ഇമ്മേ തുടങ്ങിക്കോ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാ തിങ്കളാഴ്ച ദിവസവും നമ്മളെല്ലാവരും വളരെ അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോഡക്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. അപ്പം ഈ വൈകിയ വേളയില് എല്ലാ തിരക്കുകളും, മഴയൊക്കെയുള്ള ഈ ഒരു സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്ത നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജിമ്യ, തലശ്ശേരിക്കടുത്ത് കോളയാടാണ് എൻ്റെ സ്വദേശം. നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കാം, പ്രോട്ടീൻ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. കാരണം പ്രോട്ടീൻ എനിക്ക് കഴിക്കാൻ പറ്റുമോ, അതോ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടായിരിക്കാം. ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന വിഷയം പ്രോട്ടീൻ എന്ന നമ്മുടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സൂപ്പർ പ്രൊഡക്റ്റ് ആയ പ്രോട്ടീൻ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഒരു വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ എത്തുന്നത് നമ്മളെല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒരു സെഷന് വേണ്ടിയിട്ട് വളരെ അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, അതുപോലെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ സെഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ലീഡറാണ് നമുക്ക് വേണ്ടി ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തുന്നത്. നമുക്കെല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വളരെയധികം സുപരിചിതനായ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള രാഘവൻ സാറാണ്. സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം രാഘവൻ സാർ. എല്ലാവർക്കും നമസ്കാരം. പേര് ഓൾറെഡി മാഡം പറഞ്ഞു കഴിഞ്ഞു. പേര് രാഘവൻ ആണ്, സ്ഥലം കോഴിക്കോടാണ്. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തിരുത്താനുള്ളത്, പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചാണോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. അപ്പം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനേ പോകുന്നില്ല. ജനറലി നമ്മൾ പ്രോട്ടീൻ എന്താണ്, ലാസ്റ്റ് പ്രോട്ടീൻ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ സോഴ്സ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ പ്രോട്ടീൻ പൗഡറിന്റെ ഗുണത്തെക്കുറിച്ചല്ല നമ്മൾ ഇന്നത്തെ സെഷൻ പ്രത്യേകിച്ചും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻ ജനറൽ പ്രോട്ടീനെ കുറിച്ച് നമുക്ക് കുറെ തെറ്റിദ്ധാരണകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്, കുറെ മിത്തുകളുണ്ട്, നമ്മളെ കേട്ട് പേടിപ്പിച്ച കുറെ മിത്തുകളെല്ലാം ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈ ദ വേ, എൻ്റെ പേര് രാഘവൻ എന്നാണ്, സ്ഥലം കോഴിക്കോടാണ്. കഴിഞ്ഞൊരു 10-22 വർഷമായിട്ട് ന്യൂട്രീഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പഠിച്ചത് ന്യൂട്രീഷൻ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഹെൽത്ത് ആൻഡ് പാഷൻ, ഹെൽത്തും അതുപോലെ തന്നെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ബോഡി കോമ്പോസിഷനും ബോഡി ഫിറ്റ്നസ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പാഷനാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ദേവാലയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐ കൺസിഡർ മൈ ജിം ആസ് എ ടെമ്പിൾ. അപ്പം അത്രയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ ആരോഗ്യത്തിന് നിർണായക പങ്ക് വഹിച്ച ഒരു സ്ഥലം തന്നെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിംനേഷ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന എൻ്റെ ജിംനേഷ്യത്തോടെ യാതൊരു സംശയമില്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇന്നത്തെ ടോപ്പിക് നമ്മൾക്കറിയാം, പ്രോട്ടീനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്, ശരിയല്ലേ? ഇപ്പൊ എൻ്റെ ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന പല ആൾക്കാരും, പുതുതായിട്ട് ജോയിൻ ചെയ്ത പല ആൾക്കാരും വരാറുണ്ട്. പല ആൾക്കാരും PT എടുക്കാറുണ്ട്, പേഴ്സണൽ ട്രെയിനേഴ്സിനെ വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പേഴ്സണൽ ട്രെയിനേഴ്സ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കണം, ഇറച്ചിയും മുട്ടയും പാലും അങ്ങനത്തെ സംബന്ധമായിട്ട് കൂടുതലായിട്ട് കഴിക്കണം. വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സ് ഒരുപാട് സംഗതികളുണ്ട്, സോയയും പനീർ പോലത്തെ അതൊക്കെ കൂടുതൽ കഴിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ ഏതെങ്കിലും ചെയ്യണം. നിങ്ങളെ സന്ധികളുടെ ആരോഗ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ മത്സ്യം കഴിക്കണം. നിങ്ങൾ ഇനി വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ omega-3 സപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും മൾട്ടി വൈറ്റമിൻസ് കഴിക്കണം. ഇങ്ങനെ കുറെ സപ്ലിമെന്റേഷനെ കുറിച്ചൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഹെസിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, സപ്ലിമെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ല. ഇന്നത്തെ സെഷൻ തീർച്ചയായിട്ടും സപ്ലിമെന്റ്സിനെ കുറിച്ചേ അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത്
നമ്മൾ പ്രോട്ടീൻ എപ്പോഴും ഒരു ഡിബേറ്റബിൾ ടോപ്പിക്, ഇന്നത്തെ ഹെഡ്ലൈൻ തന്നെ അതാണ് അല്ലെ. ഒരു പ്രോട്ടീൻ ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, എപ്പോഴും ചർച്ചാ വിഷയമാകപ്പെട്ട. ഇപ്പം ഈവനിങ് 8:30 മണിക്ക് ചാനൽ ചർച്ചകളിൽ ഡിബേറ്റ് വരാറില്ല, അതേപോലെ ഏറ്റവും കൂടുതൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച, നമ്മളെ കരുതിയിരുന്ന കുറെ സംഗതികളുണ്ട്. ആക്ച്വലി അതൊക്കെയാണോ പ്രോട്ടീൻ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ സെഷനോട് കൂടെ ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടോ. ആദ്യമായിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കും. കേട്ടിട്ടില്ലേ? പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുമോ? എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അതേസമയം എന്താ പറയാ, തടിച്ചവർ ഒരിക്കലും പ്രോട്ടീൻ കഴിക്കരുത്, വീണ്ടും തടിക്കാൻ സാധ്യതയുണ്ട്. ചിലവര് പറയാറുണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ മെലിയും. അതങ്ങനെ പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുകയും ചെയ്യും, പ്രോട്ടീൻ കഴിച്ചാൽ മെലിയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വിരോധാഭാസമല്ലേ. നമുക്ക് നോക്കാം, എങ്ങനെ പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കോ ഇല്ലയോ, എങ്ങനെ പ്രോട്ടീൻ കഴിച്ചാൽ മെലിയോ ഇല്ലയോ നമുക്ക് നോക്കാം. പ്രോട്ടീൻ എല്ലാവരും ഒന്നും കഴിക്കരുത്, എല്ലാവരും ഒന്നും പ്രോട്ടീൻ കഴിക്കരുത്. പ്രായമായിട്ടുള്ള ആൾക്കാർ ഒട്ടും പ്രോട്ടീൻ കഴിക്കരുത്. പ്രത്യേകിച്ചും വ്യായാമം ഇല്ലാത്ത സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പാലിക്കുന്ന, ഓഫീസിൽ പോകണോ വരുന്നു, ടൂ വീലർ എടുത്ത് പോകണോ വരുന്നു, അവിടെ ഇരിക്കുന്നു ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആൾക്കാർ പ്രോട്ടീൻ കഴിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും അവർ പ്രോട്ടീൻ കഴിക്കരുത്, വെറുതെ അവരുടെ ബോഡി വെയിറ്റ് കൂടും. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? പ്രോട്ടീൻ കഴിച്ചാല് കിഡ്നി അടിച്ചു പോകും, നാടൻ ഭാഷയാണ്, കിഡ്നി അടിച്ചു പോകും, കിഡ്നി തകരാറാവും. ഫാറ്റി ലിവർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയാ, മഞ്ഞപ്പിത്തം, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, അല്ലെങ്കിൽ ലിവർ സിറോസിസ്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 2, 3 പോലത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരു കാരണവശാലും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർ പ്രോട്ടീൻ കഴിക്കരുത്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ലിവർ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി ലിവർ അടിച്ചു പോകുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കിട്ടാനുള്ള സോഴ്സ് വളരെ കുറവാണ് എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അത് ചോദ്യങ്ങളാണ്, സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ വിശക്കില്ല, അതങ്ങോട്ട് കിടക്കും. ചിലവർക്ക് പറയാറുണ്ട് പ്രോട്ടീൻ തീരെ ദഹിക്കാത്ത സാധനം, അതൊരു കാരണവശാലും കഴിക്കരുത്, പ്രോട്ടീൻ ദഹിക്കില്ല. നമുക്ക് ഇത്രയൊക്കെ പ്രോട്ടീൻ ആവശ്യമുണ്ടോ? പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഓവർ ഡോസ് ആയി പോവില്ലേ? പ്രത്യേകിച്ച് പ്രോട്ടീൻ പൗഡറൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ അത് ഡിഫെൻഡ് ചെയ്യാറുണ്ട്, ആ സ്റ്റേറ്റ്മെന്റ്. വൈ? ബിക്കോസ് ഇത് പ്രോട്ടീൻ ഓവർ ആയി പോവില്ലേ, പ്രോട്ടീൻ കൂടാൻ സാധ്യതയില്ലേ, പ്രോട്ടീൻ കൂടിക്കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളെ ക്രിയാറ്റിൻ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്, ഭാവിയിൽ കിഡ്നിയിലൊക്കെ പ്രശ്നം വരില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ എന്താ പറയാ കുറെ, പ്രത്യേകിച്ച് ഞാൻ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ബ്ലഡ് തിന്നർ കഴിക്കുന്ന ആളാണ്, ഐ ആം എ ബ്ലഡ് പ്രഷർ പേഷ്യന്റ് ഫോർ 20 years 30 years. എനിക്ക് പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ ഒക്കെ കഴിക്കാൻ പറ്റുമോ? പ്രോട്ടീൻ പൗഡർ അല്ല, എനിക്ക് പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇറച്ചിയും മുട്ടയും പാലും ലിവറും ഒക്കെ കഴിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അഥവാ കൂടുതൽ പ്രോട്ടീൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് കഴിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ ലിമിറ്റ് എന്താണ്? ഇത് ഈ ചോദ്യങ്ങൾ എല്ലാത്തിന്റെയും എന്താ പറയാ, ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഉത്തരങ്ങളാണ്. ഒന്നും പാടില്ല. പക്ഷേ എല്ലാം പെടും. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര അളവ് വരെ പോകാം എന്ന് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല. പ്രോട്ടീൻ ദോഷമാണോ? ദോഷം ചെയ്യും. പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കോ? തടിക്കാം. പ്രോട്ടീൻ കഴിച്ചാൽ മെലിയും. പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി ഡാമേജ് വരുമോ? തീർച്ചയായിട്ടും വരും. ലിവർ ഡാമേജ് വരുമോ? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഓവർ പ്രോട്ടീൻ ആവുമോ? വരാം. അപ്പോ എന്താണ് ഈ സംഗതി? എന്താ? അപ്പൊ നമുക്ക് ഈ സംഗതി കേട്ടതെല്ലാം ശരി തന്നെയാണ്. പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു, ലിവർ അടിച്ചു, കേട്ടതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതിന്റെ ലിമിറ്റ് എന്താന്നുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല. എത്ര വരെ പോകാം? എന്നെ സംബന്ധിച്ച്, ഞാൻ 71 കിലോ ഭാരമുള്ള എന്നെ സംബന്ധിച്ച് എനിക്കൊരു ദിവസം എത്ര അളവ് വരെ പ്രോട്ടീൻ ആകാം? അത് എത്ര കാലം കഴിച്ചാലാണ് എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നത്? എത്ര കാലം കഴിച്ചാലാണ് എനിക്ക് ഗുണം ഉണ്ടാവുന്നത്, ദോഷം ഉണ്ടാവുന്നത്? എത്ര ഡോസ് കഴിക്കുമ്പോഴാണ് എനിക്ക് ദോഷം ഉണ്ടാവുന്നത്? എത്ര ഡോസ് വരെ പോകുമ്പോഴാണ് ശരീരത്തിൽ അത്യുത്തമമായിട്ടുള്ള ഗുണം കിട്ടുന്നത്? ഇത്തരത്തിലുള്ള അതിന്റെ ലിമിറ്റ് ഒന്നും പല ആൾക്കാർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല.
കുറെ മിഥ്യാധാരണകളുണ്ട്. പ്രോട്ടീൻ കഴിച്ചാൽ അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാവും, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് മിഥ്യാധാരണകൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോഷകാഹാരത്തിന്റെ ആവശ്യമുണ്ട്, ശരിയല്ലേ? പ്രോട്ടീൻ ആവശ്യമാണ്, വൈറ്റമിൻസ് ആവശ്യമാണ്, മിനറൽസ് ആവശ്യമാണ്, omega-3 ഫാറ്റ്സ് ആവശ്യമാണ്, ഗുഡ് ഫാറ്റ് ആവശ്യമാണ്. ഇപ്പൊ ഗീ ബട്ടറൊക്കെ കൺസിഡേർഡ് ആസ് ഗുഡ് ഫാറ്റ്. ഇതൊന്നും ആയിരുന്നില്ല പണ്ടത്തെ സ്ഥിതി എന്ന് പറയുന്നത്. 10 കൊല്ലം മുന്നേ, 20 കൊല്ലം മുന്നേ ഗീയും ബട്ടറും ചിക്കനും ബീഫൊന്നും തൊട്ട് പോരെന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് ഇതെല്ലാം ഗുഡ് ഫാറ്റ് ആയിട്ടാണ്. ഈവൻ എഗിന്റെ യോക്ക് വരെ ഇറ്റ്സ് എ ഗുഡ് ഫാറ്റ്. HDL കൊളസ്ട്രോൾ ആയിട്ടാണ് എഗിന്റെ യോക്ക് വരെ, മഞ്ഞക്കരു വരെ പറയുന്നത് HDL കൊളസ്ട്രോൾ, ഇറ്റ്സ് നോട്ട് ബാഡ് ഫാറ്റ്. സോ ഇത് ഓൾ ആർ കൺസിഡർഡ് ടു ബി ആസ് ഫാറ്റ്സ് ആർ ഗുഡ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് വൈറ്റമിൻസ്, വളരെ ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അത് പല ആൾക്കാർക്കും അറിയില്ല. ഇതിങ്ങനെ വലിച്ച് വാരി തിന്നൽ തന്നെയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി എന്നൊക്കെ പറഞ്ഞാൽ 4 നേരം അന്നജം വലിച്ച് വാരി വെട്ടി വിഴുങ്ങി കഴിക്കുകയാണ്. ഞാന് നമ്മളൊരു 2 പൊറോട്ട കഴിക്കുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറോട് ചോദിക്കാറുണ്ടോ, സാറേ എനിക്ക് പൊറോട്ട കഴിക്കാൻ പറ്റും? സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടാണോ സിഗരറ്റ് വലിക്കുന്നത്? മദ്യപിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടാവും മദ്യപിക്കാൻ പാടുണ്ടോ എന്നുള്ളത്? നിങ്ങൾ ഗോതമ്പ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഗോതമ്പ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്? നിങ്ങൾ പച്ചക്കറിയോ പഴങ്ങളോ കഴിക്കുന്ന സമയത്ത് അതിലുള്ള രാസവളങ്ങളും കീടനാശിനികളും നമ്മളെ ശരീരത്തിൽ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നില്ലേ? അത് കഴിക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കാറുണ്ടോ? ചിക്കനിലുള്ള ആന്റിബയോട്ടിക്സ് ദോഷമുള്ള സംഗതികളല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഫ്ലേവർ ഉണ്ട്, അഡിറ്റീവ്സ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഫ്രാഗ്രൻസ് ഉണ്ട്, അജിനോമോട്ടോ ഉണ്ട്. ഇതൊക്കെ ദോഷം ചെയ്യുന്ന സംഗതികളല്ലേ? ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടറോട് ചോദിക്കാറുണ്ടോ? ബേക്കറി സാധനങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടറോട് ചോദിക്കാറുണ്ടോ? പഞ്ചസാരയും ഉപ്പും കേക്കും അതൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡോക്ടറോട് ചോദിക്കാറുണ്ട്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടാണോ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്? ഇതെല്ലാം ആകാമെങ്കിൽ പ്രോട്ടീനും ആകാം. ഓക്കെ, അതിന്റെ ലെവൽ ഓഫ് റേഷ്യോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും. സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വലിയൊരു ഡിഫെൻഡീവ് സ്റ്റേറ്റ്മെന്റ്. പ്രത്യേകിച്ച് ഒരു ഡയബറ്റീസ്, ഒരു 45-50 വയസ്സായിട്ടുള്ള ആൾക്കാർ ഡയബറ്റീസിനൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമാണ്. ഓൾറെഡി ഞാൻ ഡയബറ്റിക് ആണ് 10 കൊല്ലമായിട്ട്. അപ്പൊ എനിക്ക് ഇനി പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കിഡ്നി വീണ്ടും വീക്കായി പോകുമല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, ശരിയല്ലേ? എന്താണ് ഇതിന്റെ കറക്റ്റ് റേഷ്യോ എന്താ പറയപ്പെടുന്നത്? റിസർച്ച് സ്റ്റഡീസ് പറയപ്പെടുന്നത് 2025 ഒക്ടോബർ മാസം നടന്ന റിസർച്ച് പേപ്പേഴ്സിന്റെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ചുമ്മാതല്ല പറയുന്നത്, വായിക്ക് തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് പറയുകയല്ല. ഓക്കെ, നിങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് കിഡ്നി ഡാമേജ് വരുമോ? തീർച്ചയായിട്ടും കിഡ്നി ഡാമേജ് വരും പ്രോട്ടീൻ കഴിച്ചാൽ. പ്രോട്ടീൻ പൗഡർ അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രോട്ടീൻ ഇൻ ജനറൽ. ഓക്കെ, സോ പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി ഡാമേജ് വരും. എങ്ങനെ, എപ്പോൾ, അതിന്റെ ലെവൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ട് 2 years കൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു ദിവസം പോലും വിടാതെ 100 മുതൽ 150 ഗ്രാം റെഡ് മീറ്റ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കൺസിക്യൂട്ടീവ് ആയിട്ട് 2 കൊല്ലം ഒരു ദിവസം പോലും വിടാതെ 700+ ഡേയ്സ് നിങ്ങൾ 100 to 150 ഗ്രാംസ് ഓഫ് റെഡ് മീറ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നിക്ക് ഡാമേജ് വരാം എന്നാ പറയുന്നത്, വരും എന്ന് പറയുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, 700-750 ദിവസം 100 മുതൽ 150 ഗ്രാം വരെ റെഡ് മീറ്റ് കഴിക്കുകയാണെങ്കിലാണ് നമ്മൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുന്നത്. അത്രയും 700-750 ദിവസം നമ്മൾ ഡെയിലി നമ്മൾ റെഡ് മീറ്റ് കഴിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടാവും എന്ന് വെച്ചാൽ എനിക്കറിയില്ല. വെരി 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 നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും. ഇനി കഴിക്കുന്നവരാണെങ്കിൽ അവർ ബോഡി ബിൽഡേഴ്സോ റെഗുലർ ആയിട്ട് ജിമ്മിൽ ഹിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. സെക്കൻഡ് പറയപ്പെടുന്നത് 1.4 grams to 1.9 grams of protein per body weight is equal to renal protective ആണെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ബോഡി വെയിറ്റ് 71,
71 ഇൻറ്റു 1.4 മിനിമത്തിൽ പിടിക്കാം. 71 ഇൻറ്റു 1.4 എന്ന് പറഞ്ഞാൽ ഏകദേശം 100 ഗ്രാം പ്രോട്ടീൻ. ശരിയല്ലേ? 100 ഗ്രാം പ്രോട്ടീൻ. 100 ഗ്രാം പ്രോട്ടീൻ പൗഡർ അല്ല, 100 grams ഓഫ് പ്രോട്ടീൻ എനിക്കൊരു ദിവസം കഴിക്കാം, ഒരു സേഫ് ആയിട്ട് കഴിക്കാം. അത് 1.9 grams per body weight. അതായത് ഏകദേശം 130 ഗ്രാം വരെ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം പ്രോട്ടീൻ കഴിക്കാം. ഈ 135 ഗ്രാം, 100 ഗ്രാമിൽ പകരം 135 ഗ്രാം ആണ് ഞാൻ കൺസിക്യൂട്ടീവ് ആയിട്ട് 2 കൊല്ലം കഴിക്കുന്നത് എങ്കിൽ എൻ്റെ കിഡ്നിക്ക് ഡാമേജ് വരാം. അത് സാധ്യതയുണ്ട്. 135 ഗ്രാം പ്രോട്ടീനൊക്കെ ഒരു ദിവസം എനിക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മൾ കഴിക്കാറുണ്ടോ? എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതേപോലെ തന്നെ പറയപ്പെടുന്നത്, ഇനി ഏതൊക്കെ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുത്ത റിസർച്ച് സ്റ്റഡീസ് പറയപ്പെടുന്നത് 2.6 ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ പോലും കിഡ്നി ഡാമേജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് 71 കിലോ ഭാരമുള്ള ഞാൻ ഏകദേശം 155 ഗ്രാം വരെ പ്രോട്ടീൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇഫ് യു ആർ ഹിറ്റിംഗ് എ ജിം, നിങ്ങൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് എക്സസൈസ്, മോഡറേറ്റ് വെയിറ്റ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ബോഡി വെയിറ്റിന്റെ 2.5 ഗ്രാം വരെ പ്രോട്ടീൻ കഴിച്ചാലും നിങ്ങളെ കിഡ്നിക്ക് ഡാമേജ് വരില്ല എന്നാണ് പറയുന്നത്. തലകുത്തി നിന്നാൽ പോലും നമ്മുടെ ബോഡി വെയിറ്റിന് 2.5 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് ഒക്കെ കഴിക്കുന്ന പോലെ രാത്രി 12 മണിക്ക് അലാറം വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് അലാറം വെച്ചിട്ട്, അത് കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് അലാറം വെച്ചിട്ടൊക്കെ 100-150 ഗ്രാം ചിക്കനും റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കണം. അത്രയും നമ്മൾ ബോഡിയിലോട് പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, അല്ലേ? അലാറം വെച്ചിട്ട്, എനിക്കറിയാം, നമ്മളെ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഇപ്പൊ 2024 മിസ്റ്റർ ഇന്ത്യ ആയിട്ടുള്ള സുമേഷ് റാവു ഒക്കെ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ 2 മണിക്കൂർ കൂടുന്നവരും അലാറം വെച്ചിട്ടാണ് ചിക്കൻ ബ്രസ്റ്റും മറ്റേ ബീഫിന്റെ ലിവറും ഒക്കെ കഴിക്കുന്നത്. ഈ 2 മണിക്കൂർ വെച്ചിട്ട് രാത്രി. എന്നിട്ട് പോലും ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ക്രിയാറ്റിൻ 0.9. ഇറ്റ് ഈസ് സേഫ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും. ശരിയാ? ഒരു 150 ഗ്രാമിൽ കൂടുതലൊക്കെ നിങ്ങൾ ഒരു ദിവസം പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത്രത്തോളം നമുക്ക് ഒരു ഡോസേജ് നമുക്ക് എന്തായാലും കഴിക്കാൻ സാധിക്കില്ല. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സൊസൈറ്റി ഇപ്പൊ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1000 പേരുടെ കോണ്ടാക്ട്സ് എങ്കിലും ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഫോണിൽ. ആ കോണ്ടാക്ട് ലിസ്റ്റിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക, എക്സസ് പ്രോട്ടീൻ കഴിച്ചിട്ട് കിഡ്നി അടിച്ചു പോയ എത്ര പേരുണ്ട്? 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലമായിട്ട് പ്രമേഹത്തിനും രക്താതി സമ്മർദ്ദത്തിനും മരുന്ന് കഴിച്ചിട്ട് കിഡ്നി അടിച്ചു പോയ ആൾക്കാർ എത്ര പേരുണ്ട്? ഞാൻ ബെറ്റ് ചെയ്യാം, നിങ്ങളുടെ 1000 പേരുടെ കോണ്ടാക്ട് നിങ്ങൾ ഫോണിൽ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും എക്സസ് പ്രോട്ടീൻ കഴിച്ചിട്ട് കിഡ്നി അടിച്ചു പോയ ഒരാൾ പോലും ഉണ്ടാവില്ല. ഡെഫിനറ്റ് ഉണ്ടാവില്ല. പക്ഷേ 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലമായിട്ട് ബ്ലഡ് പ്രഷറിനും ഡയബറ്റീസിനും മരുന്ന് കഴിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ കിഡ്നി വീക്കായി പോകുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ ഇത് ആരുടെക്കൊക്കെയോ ബാക്കപ്പും സപ്പോർട്ടൊക്കെ അവിടെ വരുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ആവും. നിങ്ങളൊരു മൈൽഡ് വർക്കൗട്ടിന്റെ കൂടെയാണ് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ബോഡി കോമ്പോസിഷൻ റെഡി ആവും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് മനസ്സിലായാലും ഏകദേശം ക്ലിയർ ആയല്ലോ. അടുത്തൊരു പോയിന്റ്, പ്രോട്ടീൻ കഴിച്ചാൽ ഫാറ്റ് മാസ് കൂടും, തടിക്കും. ഞാൻ അതിനാ കളിക്കുന്നത്. എങ്ങനെങ്കിലും തടി കൂടണം. തടി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ തടി? പണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് നമ്മൾ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ആയിരുന്നു നമ്മൾ പണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഹെൽത്തി ബോഡിയാണ്. നിങ്ങൾ ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് 171 ആണ്, എൻ്റെ ബോഡി വെയിറ്റ് 71 ആണ്. അപ്പൊ കറക്റ്റ് ബോഡി വെയിറ്റ് ആര് പറഞ്ഞ്? എൻ്റെ ബോഡി വെയിറ്റ് എനിക്കൊരു 75 മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബോഡി വെയിറ്റ് 65 ആണെങ്കിൽ ഞാൻ അണ്ടർ വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ബോഡി വെയിറ്റ് 80 ആണെങ്കിൽ ഞാൻ ഓവർ വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അണ്ടർ വെയിറ്റും ഓവർ വെയിറ്റും ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അത് കോമ്പോസിഷൻ. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന,
ശരീരത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫാറ്റ് കൊണ്ടാണോ മസിൽ കൊണ്ടാണോ? മസിൽ കൊണ്ടാണ് നിങ്ങളുടെ ശരീരം. ഇപ്പൊ എന്റെ ശരീരം മസിൽ കൊണ്ടാണ് 75 കിലോ എങ്കിൽ ഇതിനേക്കാൾ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതേസമയം എന്റെ ശരീരം 75 കിലോ ഉണ്ട്, അത് ഫാറ്റ് കൊണ്ടാണെങ്കിൽ ഇതിലേക്കാൾ അൺഹെൽത്തി ആയിട്ടുള്ള വ്യക്തിനെ കണ്ടെത്താനും സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും അൺഹെൽത്തി ആണെന്നർത്ഥം. അപ്പം ഹെൽത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് ആദ്യം തിരിച്ചറിയാം. എന്നാണോ മസിൽ ശോഷിച്ചു പോയത്, എന്നാണോ മസിൽ ലോസ് ഉണ്ടായത്, എന്നാണോ ഫാറ്റ് മാസ് കൂടിയത്, എന്നാണോ കൊഴുപ്പടഞ്ഞു കൂടിയത്, അന്നു മുതൽ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങി മനസ്സിലാക്കുക. മേ ബി ഇത് 25-ാമത്തെ വയസ്സിലാവാം, 22-ാമത്തെ വയസ്സിലാവാം, 15-ാമത്തെ വയസ്സിലാവാം, ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിയാവാം, എനിക്കറിയില്ല. ഇന്നത്തെ മോഡേൺ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അറ്റ് ഓൾ. Everyone are sitting in front of mobile phone, laptops, computers and televisions. So there is no physical activity these days. നമ്മളൊക്കെ അത്രമാത്രം കളിച്ചിരുന്നു അല്ലേ? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ എന്ന് പറഞ്ഞാൽ കളിയായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒബേസിറ്റി ആയിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടില്ല ആ സമയത്തൊക്കെ 90s. ഓക്കെ, 80s 90s. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിന്റെ ഘടനയാണ് ഏറ്റവും വലിയ പ്രധാനം, അല്ലാതെ ബോഡി വെയിറ്റ് അല്ല. ബോഡി വെയിറ്റിന് ഒരു 40 to 50, നിങ്ങളുടെ ബോഡി വെയിറ്റിന് 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മസിൽ ആണെങ്കിൽ നിങ്ങളുടെ ബോഡി വളരെ ഹെൽത്തിയാണ്. അതേസമയം നിങ്ങളുടെ ബോഡി വെയിറ്റിന്റെ 20% കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി അൺഹെൽത്തി ആയി നടത്താം. സ്ത്രീകളാണെങ്കിൽ 25% വരെ ആകാം, പുരുഷന്മാർക്ക് ഒരു 18-20% വരെ ആകാം ഫാറ്റ് മാസ്. അതിന്റെ മേലെ ഫാറ്റ് മാസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 72 കിലോ 71 കിലോ ഞാനുണ്ടെങ്കിൽ 71-ന്റെ ഒരു 18% കൂട്ടാം. അപ്പോൾ മാക്സിമം പോയൊരു 20% കൂട്ടാം. ഒരു 14-15 കിലോ വരെയൊക്കെ എനിക്ക് ഫാറ്റ് മാസ് ആകാം. അതിന്റെ മേലെ എനിക്ക് ഫാറ്റ് മാസ് താങ്ങാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് 20 kg ഓഫ് ഫാറ്റ് മാസ് ഉണ്ടെങ്കിൽ എന്റെ ബോഡി വെയിറ്റിന് നിയർലി 1/3 ഫാറ്റ് മാസ് ആയി, നിയർലി 1/4 ഫാറ്റ് മാസ് ആയി, 1/4 കൂടുതൽ ഫാറ്റ് മാസ് ആയി. അപ്പൊ അത് ഒരിക്കലും ഹെൽത്തി അല്ല. അപ്പം ഫാറ്റ് മാസ് ആണോ മസിൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കൊഴുപ്പ് കൊണ്ടാണോ മസിൽ കൊണ്ടാണോ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ 2 കാര്യങ്ങൾ വരും. നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, പ്രോട്ടീൻ കഴിച്ചാൽ മെലിയും, പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുമോ? തടിക്കും. എങ്ങനെ? ഞങ്ങളൊരു എന്താ പറയാ ലോ ടു മോഡറേറ്റ് വർക്കൗട്ട്, നിങ്ങളൊരു ബ്രിസ്ക് വാക്കിംഗ് നടത്തുന്ന ഒരാളാണ്. രാവിലെ എണീച്ചതിന് ഒരു അരമണിക്കൂർ സാധാരണ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കോളനി കൂടെയൊക്കെ ഒരു 1/4 മണിക്കൂർ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ അളവിൽ, അത്യാവശ്യ അളവിൽ ഒരു 70 grams 80 grams ഒക്കെ നിങ്ങൾക്ക് ഒരു ദിവസം പ്രോട്ടീൻ കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടില്ല. നിങ്ങളുടെ ബോഡി വെയിറ്റ് ഐഡിയൽ ആയിരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ ഇനി ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രോട്ടീന്റെ ഡോസേജ് കൂട്ടിയത് കൊണ്ട് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയുന്നത് മനസ്സിലാക്കുക. പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ വിത്ത് വർക്കൗട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഫാറ്റ് മാസ് കുറയും. പ്രോട്ടീൻ വിത്ത് റെസിസ്റ്റൻസ് ട്രെയിനിങ്, ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ഫാറ്റ് മാസ് കുറയ്ക്കാൻ പറ്റും, പെട്ടെന്ന് നിങ്ങളെ മസിൽ മാസ് കൂട്ടാനും പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മസിൽ ഉള്ളിടത്ത് ഫാറ്റ് ഉണ്ടാവില്ല, ഫാറ്റ് ഉള്ളിടത്ത് മസിൽ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഫാറ്റ് കുറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ട്രെയിനിങ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെയാണ്, അത് വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. ജിമ്മിൽ പോയിട്ട് മെഷീനറീസിലും ഡംബിൾസിലും എടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഫാറ്റ് മാസ് കുറയ്ക്കാനും നിങ്ങളെ മസിൽ മാസ് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. മസിൽസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മെറ്റബോളിക് ഓർഗൻ ആണ്. നമ്മുടെ ശരീരത്തിന്റെ ലോഞ്ചിവിറ്റി നിർണ്ണയിക്കുന്നത് മസിൽസ് ആണ്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘകാലം ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് മസിൽസ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു ഓർഗൻ ഇല്ല. മസിൽ മെറ്റബോളിക് സിൻഡ്രോം കുറയ്ക്കാൻ, പൂവർ മെറ്റബോളിക് സിൻഡ്രോം ആണ് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഡയബറ്റീസ് ഇസ് പൂവർ മെറ്റബോളിക് സിൻഡ്രോം.
Inflammation is poor metabolic syndrome. Every disease is caused by poor metabolic syndrome. So metabolic rate നെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മസ്കുലാർ വർക്കൗട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. റിസർച്ച് സ്റ്റഡീസ് വേറെ ഒന്നും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഐഡിയൽ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഒരു ജോലി ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആവറേജ് 50 to 70 grams ഓഫ് പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളെ മസിൽ ലോസ് തടയാനും നിങ്ങളെ ഫാറ്റ് മാസ് കുറയ്ക്കാനും സഹായിക്കും. ഒരു പണിയും എടുക്കാത്തവർക്ക് ഭയങ്കര ഹാപ്പി ആവും. അത്യാവശ്യം പ്രോട്ടീൻ ഒക്കെ കഴിച്ചാൽ മതിയല്ലോ, അത്യാവശ്യം അളവിൽ ഞാൻ പ്രോട്ടീൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫാറ്റ് മാസ് കുറയ്ക്കാനും പറ്റും, എൻ്റെ മസിൽ മാസ് കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടാവും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോട്ടീൻ കഴിച്ചാൽ ആദ്യം വർക്കൗട്ടിന്റെ കൂടെ പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഫാറ്റ് കുറയും, പിന്നെ നിങ്ങൾ മസിൽ മാസ് കൂട്ടാൻ തുടങ്ങും. അതാണ് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള സൈൻ. അപ്പോൾ നിങ്ങൾ കേട്ടത് രണ്ടും ശരിയാ. പ്രോട്ടീൻ കഴിച്ചാൽ മെലിയോ മെലിയും, പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുകയോ തടിക്കും. അതിന്റെ സയൻസ് ഇതാണ്. എങ്ങനെ പ്രോട്ടീൻ കഴിച്ചാൽ മെലിയും, ഫാറ്റ് മാസ് കുറയും. എങ്ങനെ പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കും, നിങ്ങളെ മസിൽ മാസ് കൂടും. അതാണ് ഏറ്റവും. ഹയർ പ്രോട്ടീൻ ഇൻടേക്ക് ഡസ് നോട്ട് ഇൻക്രീസ് ഫാറ്റ് മാസ്. ലാസ്റ്റ് റിസർച്ച് സ്റ്റഡീസ് വളരെ അടിവരായിട്ട് പറയുന്ന റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്. അതിൽ ഹയർ പ്രോട്ടീൻ ഇൻടേക്ക് ഡസ് നോട്ട് ഇൻക്രീസ് ഫാറ്റ് മാസ്. എത്രത്തോളം നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നുവോ ഒരു കാരണവശാല് നിങ്ങൾ എത്രത്തോളം ഇറച്ചിയും മുട്ടയും പാലും പനീറും ബീഫും ലിവറും ചിക്കൻ ബീൻസും സോയയും ചങ്ക്സും ടോഫുവും, സോയന്റെ ഒരു ഫെർമെന്റഡ് ഫോം ആണ് ടോഫു എന്ന് പറയുന്നത്. ഇപ്പൊ പാലിൽ നിന്നും നമ്മൾ വെണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്ന പോലെയാണ് സോയയിൽ നിന്നും നമ്മൾ ടോഫു എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ടോഫു ഒക്കെ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം കഴിക്കുന്നുവോ അത്രത്തോളം കഴിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിന് കൊഴുപ്പ് അടഞ്ഞു കൂടില്ല എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രമേഹ രോഗിയായിരിക്കാം, നിങ്ങളൊരു ഹൃദ്രോഗിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ബ്ലഡ് തിന്നർ കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ കൊളസ്ട്രോൾ ഡ്രഗ് കഴിക്കുന്ന ഒരാളായിരിക്കാം, കൊളസ്ട്രോളിന് വേണ്ടി പിൽസ് കഴിക്കുന്ന ഒരാളായിരിക്കാം. നോ മാറ്റർ, നിങ്ങൾ ഒരു കാരണവശാലും പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രൈഗ്ലിസറൈഡ് ലെവലോ നിങ്ങളെ LDL കൊളസ്ട്രോളോ നിങ്ങളെ എപ്പോലിപ്പോ പ്രോട്ടീൻ ബിയോ ഒന്നും കൂടുന്നില്ല. വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. മൂന്നാമത് നമ്മൾ വേറൊന്ന് കേട്ടതാണ്, പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അസ്ഥിയുരുക്കം ഉണ്ടാവും, എല്ലുകളെല്ലാം പൊടിഞ്ഞു പോവാൻ സാധ്യതയാണ്. അതിനാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇന്റർനാഷണൽ ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷൻ പറയുന്നത് ഐസോഫ്ലേവോൺസ് എന്ന് പറയുന്ന ഐസോഫ്ലേവൺസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് വെജിറ്റേറിയൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. ഏറ്റവും നല്ല ഐസോഫ്ലേവൺ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് സോയ് ഐസോഫ്ലേവോൺസ് ആണ്. സോയ് ഐസോഫ്ലേവോൺസ് കഴിക്കുന്ന വ്യക്തി, സോയാബീനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഐസോഫ്ലേവോൺസ് എന്ന് പറയുന്നത്. ഈ ഐസോഫ്ലേവൺ എക്സ്ട്രാക്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആണ് സോയാബീൻ ഐസോലേറ്റ് ആണ്. ഇസ് ദ ക്വാളിറ്റി റിച്ചസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ ആണ് സോയ ഐസോലേറ്റ് എന്ന് പറയുന്നത്. എനി ഐസോലേറ്റ്, വേ ഐസോലേറ്റ് ഇസ് ഗുഡ്, മിൽക്ക് ഐസോലേറ്റ് ഇസ് ഗുഡ്, സോയ ഐസോലേറ്റ് ഇസ് ടു ഗുഡ്. അപ്പം ഇത് പറയപ്പെടുന്നത് സോയ ഐസോഫ്ലേവോൺസ് നിങ്ങളെ ബോൺ മിനറൽ ഡെൻസിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അസ്ഥികളെ തകരാറാക്കുകയല്ല ചെയ്യുന്നത്, അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, സന്ധികളുടെ ബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, തേയ്മാനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അസ്ഥിയുരുക്കം തടയുകയാണ് പ്രോട്ടീൻ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. വേറൊരു കാര്യം നമ്മൾ കേട്ടത്, ഇത് ചിലവർക്ക് സത്യമായിട്ട് തോന്നാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ പ്രോട്ടീൻ ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ? പലരും പറയാറുണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ് നല്ലത്. ഇപ്പം വെസ്റ്റീജ് അടുത്ത മാസം പ്ലാൻ സോഴ്സ് പ്രോട്ടീൻ ഇറക്കുന്നുണ്ട്, പക്ക പ്ലാൻ സോഴ്സ് പ്രോട്ടീൻ. അപ്പൊ സോയ പ്ലാൻ സോഴ്സ് പ്രോട്ടീൻ അല്ലേ? ഒരു പരിധി വരെയാണ്, യാതൊരു സംശയമില്ല. വെജിറ്റബിൾ പ്രോട്ടീൻ തന്നെയാണ് സോയ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആനിമൽ പ്രോട്ടീൻ അല്ലേ? ചിലവർ പറയാറുണ്ട് ആനിമൽ പ്രോട്ടീൻ ആണ് ബെസ്റ്റ്. ഏതാ നല്ലത്? വി ആർ ഓൾ കൺഫ്യൂസ്. ആനിമൽ പ്രോട്ടീൻ ആണ് നല്ലത്. ചിലതിനോട് ചോദിക്കാറുണ്ട്, സാറേ വേ പ്രോട്ടീൻ കഴിക്കണോ, സോയ പ്രോട്ടീൻ കഴിക്കണോ, മിൽക്ക് പ്രോട്ടീൻ കഴിക്കണോ, അല്ല ഞാൻ കൂടുതലും അനിമൽ സോഴ്സ് ഓഫ് മീറ്റ് കൂടുതൽ കഴിക്കണോ പ്രോട്ടീൻ റിക്വയർമെന്റിന് വേണ്ടിയിട്ട്? അൾട്ടിമേറ്റ്ലി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫുഡ് സോഴ്സ് തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഫസ്റ്റ് തന്നെ സപ്ലിമെന്റേഷനിലേക്ക് ഒരു കാരണവശാലും പോകരുതെന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഭക്ഷണമാണ് പ്രധാന ആശ്രയം, ഭക്ഷണമായിരിക്കണം പ്രധാനപ്പെട്ട ആശ്രയം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവെയർ ആയിരിക്കണം. വി ഷുഡ് ബി അവെയർ ദാറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹൗ മച്ച് പ്രോട്ടീൻ ഐ ആം ഗെറ്റിംഗ്.
എത്ര അളവ് പ്രോട്ടീൻ എനിക്ക് ഒരു ദിവസം ഭക്ഷണത്തിലാണ് എനിക്ക് കിട്ടുന്നത്. നമുക്ക് ചെറിയൊരു ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആനിമൽ പ്രോട്ടീന്റെ സവിശേഷത, ആനിമൽ പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഓൾ ദി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ മനസ്സിലാക്കുക, പ്രോട്ടീൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് അമിനോ ആസിഡ്സ് എന്ന് പറയും. അമിനോ അമ്ലങ്ങളുടെ കോമ്പിനേഷൻ ആണ് പ്രോട്ടീൻ. നമ്മൾ ഇംഗ്ലീഷിൽ 26 അക്ഷരമുണ്ട് അല്ലെ, 26 alphabets make an English word. Any word, it's a combination of alphabets. അതിൽ out of the 26 alphabets, 5 of them are very very important. A, E, I, O and U, vowels എന്ന് പറയും, ശരിയല്ലേ? അതേപോലെ തന്നെ അമിനോ ആസിഡ്സ് എത്ര ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. 30, 35, 40 അമിനോ ആസിഡ്സ് ഇഷ്ടംപോലെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്. 22 നമ്മൾ 20 വർഷം മുന്നേ 22 ഒന്നുമല്ല, അതിൽ കൂടുതൽ അമിനോ ആസിഡ്സ് ഉണ്ട്. പക്ഷേ 35 അമിനോ ആസിഡ്സ് ഇപ്പൊ ഉണ്ട്. അർജിനൈൻ ഇസ് an amino acid, glutamine is an amino acid, tryptophan is an amino acid, methionine is an amino acid. അതേപോലെ തന്നെ BCAA ഉണ്ട്, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്നൊക്കെ പറയും. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് സെപ്പറേറ്റ് കഴിക്കും, BCAA സെപ്പറേറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. BCAA കൂടെ തന്നെ ക്രിയാറ്റിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർ BCAA ക്രിയാറ്റിന്റെ കൂടെ ഇൻഫ്ലമേഷൻ വരാതിരിക്കാനായിട്ട് ഗ്ലൂട്ടാമൈൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് കോമ്പിനേഷൻ ആർ ദെയർ. അപ്പൊ ഈ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് അമിനോ ആസിഡ് മേക്ക് എ പ്രോട്ടീൻ. ഇപ്പൊ മെഥിയോനൈൻ, ട്രിപ്റ്റോഫാൻ വിത്ത് ലൈസിൻ, അതൊരു പ്രോട്ടീൻ കോമ്പിനേഷനാണ്. AND എന്ന് പറഞ്ഞ പോലെ, ആൻഡ് എന്ന് പറഞ്ഞ പോലെ. അതുപോലെ വാലൈൻ, ഐസോലൂസിൻ ആൻഡ് ലൂസിൻ, അതൊരു വേറൊരു കോമ്പിനേഷനാണ്. 26 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് കോടിക്കണക്കിന് വാക്കുകൾ ഉണ്ടാക്കാമെങ്കിൽ 30-35 അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് എത്ര കോടി ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചു. crores and crores and crores of different kinds of protein combination നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊരു ചങ്ങലമാരിയാണ്. അമിനോ ആസിഡ്സ് ആർ ജസ്റ്റ് ലൈക്ക് ചെയിൻസ്. ഒന്നിനോടൊന്ന് ബൈൻഡ് ചെയ്ത് നിർത്തുന്നതാണ് അമിനോ ആസിഡ്സ്. ചില അമിനോ ആസിഡ് ചിലതിന് കൂടെ ബൈൻഡ് ചെയ്ത് നിന്നാൽ പ്രശ്നമാണ്. ചില അമിനോ ആസിഡ് ചിലതിന് കൂടിയേ ബൈൻഡ് ചെയ്ത് നിൽക്കൂ. ആ ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത്. നമ്മൾ പറയും പ്രോട്ടീൻസ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാറുണ്ട്. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇത് മതില്, ഈ മതില് ഈ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലുകൾ അട്ടിയടിച്ച് വെച്ചിട്ടാണ്. കല്ലുകൾ അട്ടി വെച്ചാൽ ബിൽഡിംഗ് ആവുമോ? കല്ലുകൾ നിരത്തി അട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടാ കോൺക്രീറ്റ് നിൽക്കുവോ? നിൽക്കൂല. ഈ കല്ലുകൾ നമ്മൾ ബൈൻഡ് ചെയ്ത് നിർത്തണം, വേണ്ടേ? ആ കല്ലുകൾ തമ്മിൽ, ബ്രിക്സ് തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഘടകം ഏതാ? പൂഴി, സിമെന്റ്, ഇതിന്റെ കൂടെ മറന്നുപോയ സാധനമുണ്ട്, വെള്ളം. ശരിയല്ലേ? ഈ പൂഴിയും സിമെന്റുമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ വെള്ളമാണ് മിനറൽ എന്ന് പറയുന്നത്. ഈ കല്ല് കൊണ്ട് ബൈൻഡ് ചെയ്ത് നിർത്താൻ പൂഴിയും സിമെന്റും മാത്രം നിറച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സിമെന്റ്, കല്ല്, പൂഴി, കമ്പി, അല്ലെ? ദ കോമ്പിനേഷൻ ആൻഡ് വാട്ടർ, ഇതിന്റെ കോമ്പിനേഷനാണ് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരം. ശരീരം ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. പക്ഷെ പ്രോട്ടീനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ഈ പൂഴിയും സിമെന്റുമാണ്. അതാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് ആൻഡ് ആന്റി ഓക്സിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പൂഴിയും സിമെന്റും. വെള്ളമാണ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പം സംശയങ്ങൾ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. കീമോ കൊടുക്കുന്നവർക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കാം, അതൊക്കെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. സാർ ഇടയിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് സെഷൻ കട്ട് ചെയ്തു പോകും. അതുകൊണ്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ, സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 2-3 minutes ടൈം തരാം. അപ്പം നമുക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെയും നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് തന്നിട്ടുണ്ടാവും. Okay, so animal protein contains more essential amino acids. അത് നിങ്ങൾ കേട്ടത് ശരിയാണ്. ഏത്? ബീഫ്, ചിക്കൻ, ലിവർ, എഗ്ഗിലൊക്കെ, ബീഫിന്റെ ലിവർ, ഇതിലൊക്കെ കൂടുതലും എന്താ പറയുക, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനേക്കാൾ കുറച്ച് കൂടുതലാണ്. ബട്ട് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്, അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ബേസ്ഡും പ്രോട്ടീൻ, ആനിമൽ ബേസ്ഡും പ്രോട്ടീൻ രണ്ടും കഴിക്കുന്ന ഡോസ് ഒരേപോലെ കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് നിങ്ങൾ അനിമൽ പ്രോട്ടീനാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ അനിമൽ പ്രോട്ടീനേക്കാൾ ഒരു 20-25% എക്സ്ട്രാ നിങ്ങൾ പ്ലാന്റ് പ്രോട്ടീൻ കഴിച്ചാലാണ് ശരീരത്തിന് ആവശ്യമുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ് കിട്ടുന്നത്. അപ്പൊ വെജിറ്റേറിയൻസിന്
നിങ്ങൾ പനീറും കടലയും രാജ്മയും ഒക്കെ എന്താ പറയാ ലെന്റിൽസ് ആൻഡ് ലെഗൂൺസ് പരിപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ, സോയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു റെഡ് മീറ്റ് കഴിക്കുന്ന വ്യക്തി, ചിക്കനും ബീഫും ചിക്കൻ ബ്രസ്റ്റും ലിവറും ഒക്കെ കഴിക്കുന്ന വ്യക്തിയേക്കാൾ ഒരു 20% എക്സ്ട്രാ നിങ്ങൾ എന്താ പറയുക പ്ലാന്റ് സോഴ്സ് പ്രോട്ടീൻ കഴിക്കേണ്ടിയിരിക്കുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് ദ പ്രോപ്പർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. Animal protein contain all the essential amino acids, but എന്ന് പറഞ്ഞാൽ ഇതേവരെ പറഞ്ഞ മുഴുവൻ പോയി നടത്തും. But the only vegetarian source of protein which contains all the essential amino acid is soya. It's not whey. Whey അല്ല, സോയയാണ്. സോയയിലാണ് കമ്പാരിറ്റീവ്ലി വെജിറ്റേറിയൻ സോഴ്സിൽ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നത്. അതേസമയം ഡ്രൈ സോയ, ചിലവര് സോയ ചങ്ക്സ് അല്ലെങ്കിൽ സോയാബീൻ ഒക്കെ ഫ്രൈ ചെയ്ത്, ഇപ്പോൾ അവിടെ കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സോയാബീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. പക്ഷെ സോയാബീൻ കഴിക്കുന്നതിന്റെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്, എല്ലാം നല്ലതാണ്. പക്ഷെ സോയാബീനിൽ ഓക്സിലേറ്റ്സ് കൂടുതലാണ്. ഓക്സിലേറ്റ്സ് എന്താ പറയുക, ഈ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വൈറ്റമിൻ K2 ഡെഫിഷ്യൻസിയും വൈറ്റമിൻ D ഡെഫിഷ്യൻസിയും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, നേരിട്ട് സോയ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കാൽഷ്യം അബ്സോർപ്ഷൻ തടയാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ നിങ്ങളെ കിഡ്നി സ്റ്റോൺ ആയിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഓസ്റ്റിയോപൊറോട്ടിക് ആയിട്ടോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. ആൻഡ് ഓക്സിലേറ്റ്സ് കോസസ് ഡാമേജ് ടു യുവർ ഗട്ട് ഓൾസോ. നിങ്ങളെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയാസിനെ ഓക്സിലേറ്റ്സ് ഡാമേജ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഡയറക്റ്റ് ആയിട്ട് സോയ കഴിക്കുന്നത് തെറ്റൊന്നുമില്ല, ബട്ട് ക്വാണ്ടിറ്റി ലേശം കുറയ്ക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് എക്സ്ട്രാക്റ്റീവ് പ്രോസസ് ആയിട്ടുള്ള ടോഫു കഴിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തത് മീറ്റ്, ഇറച്ചി, ബീഫും ചിക്കനും മട്ടണും പോർക്കും ഒക്കെ കഴിക്കുന്ന ആൾക്കാർ. ഇറച്ചി നമ്മളെപ്പോഴും ഒരു അൺഫേവറബിൾ ഫോർ ഹെൽത്ത് എന്നാണ് പലരും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇറച്ചി ഞാൻ അങ്ങനെ എന്താ പറയാ, പല ആൾക്കാരും നല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇറച്ചിയും മീനും മുട്ടയും അങ്ങനൊന്നും കഴിക്കില്ല. ഇപ്പൊ മുട്ടയും മീനും മാറ്റി വെച്ചു. കാരണം മീൻ നല്ലതെന്ന് മനസ്സിലായി, ഒമേഗ-3 ഉണ്ടെന്ന് മനസ്സിലായി. മുട്ടയിൽ HDL ഉണ്ട്, മുട്ടയിൽ N-അസറ്റിൽ കോലൈൻ ഉണ്ട്, NAC ഉണ്ട്, N-അസറ്റിൽ സിസ്റ്റൈൻ ഉണ്ട്, അതിലെ ലുട്ടീൻ, സിയാക്സാന്തിൻ പോലത്തെ കണ്ണിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് എന്നൊക്കെ ഇപ്പൊ പരസ്യം തന്നെ വന്നു തുടങ്ങി. എഗ് ഫൗണ്ടേഷന്റെ പരസ്യം തന്നെ അതാ. We are having lutein and we are having zeaxanthin. You never need to go to the eye hospital if you are taking 2 to 3x per day എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ഫൗണ്ടേഷന്റെ, നാഷണൽ ഐ ഫൗണ്ടേഷന്റെ പരസ്യം തന്നെ അതാണ്. ഫിഫ വേൾഡ് കപ്പ് ഒക്കെ കാണുന്ന സമയത്ത് അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. പരസ്യം കാണുന്ന സമയത്ത് ചാനൽ മാറ്റുന്നതിനേക്കാൾ കൂടുതൽ പരസ്യത്തിലും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ വേർ വി ലെഫ്റ്റ്, മീറ്റ് ഓൾവേസ് an unfavorable condition എന്നാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കൂടുതലായിട്ടും ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ടും ബീഫും മട്ടണും റെഡ് മീറ്റ് കഴിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ യൂറിക് ആസിഡ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പേടിപ്പിക്കുന്ന ഒരു ഘടകമാണ് യൂറിക് ആസിഡ്. ഒരു കാര്യം മനസ്സിലാക്കുക, യൂറിക് ആസിഡിന്റെ സെഷനിൽ തന്നെ നമ്മൾ പറയുന്നതാണ്, വലിയൊരു സെഷനാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് ഡയറക്റ്റ് മാർക്കർ ആട്ടോ, കാർഡിയോ മാർക്കർ, ഡയറക്റ്റ് മാർക്കർ. HDL കൊളസ്ട്രോളിനേക്കാൾ, ട്രൈഗ്ലിസറൈഡിനേക്കാൾ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മാർക്കറാണ് യൂറിക് ആസിഡ്. അത് ആദ്യം മനസ്സിലാക്കുക. യൂറിക് ആസിഡ് കൂടുന്നത് ഇറച്ചിയും ഇത് കഴിക്കുന്നതുകൊണ്ടല്ല. ഇറച്ചി കൂടുതൽ കഴിക്കുന്നവർക്ക് ഒരിക്കലും യൂറിക് ആസിഡ് അല്ല കൂടുന്നത്. അത് കൂടുന്നത് വേറെ പല സംഗതികളുമാണ്. അതില് പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് പോലത്തെ ക്യാൻസർസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളെല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, പൊറോട്ടയിലുള്ള അലോക്സാൻ എന്ന് പറഞ്ഞ ഘടകം. പൊറോട്ടയിലുള്ള അലോക്സാൻ എന്ന് പറയുന്നത് രണ്ട് പ്രശ്നമാണ്. അലോക്സാൻ ക്യാൻസറും ഉണ്ടാക്കും, അലോക്സാൻ ടൈപ്പ് 1 ഡയബറ്റീസിന് കാരണമാവും പൊറോട്ടയിലുള്ള. ഇതൊക്കെയാണ് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കുന്നത്. അല്ലാതെ മീറ്റും പോർക്കും റെഡ് മീറ്റും ഒന്നുമല്ല യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. കാരണം യൂറിക് ആസിഡ് 3/4 യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡി തന്നെയാണ്. 4/3 യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്റെ ശരീരം തന്നെയാണ്. ബാക്കി 1/4 യൂറിക് ആസിഡ് മാത്രം നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ കിട്ടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, മീറ്റ് ഒരിക്കലും ഒരു അൺഫേവറബിൾ ഹെൽത്തി കണ്ടീഷൻ ഉണ്ടാക്കുന്നില്ല. മീറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അത് ബീഫ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, പോർക്ക് ആയിക്കോട്ടെ, അത് നിങ്ങളെ മതസ്ഥം അനുസരിച്ച്, നിങ്ങളെ മതം അനുസരിച്ചിട്ട്. ഇപ്പൊ ചിലവർക്ക് പോർക്ക് കഴിക്കുന്നത് നിഷിദ്ധമാണ്, ചിലവർക്ക് ബീഫ് കഴിക്കുന്നത് നിഷിദ്ധമാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കട്ടോ. നിങ്ങൾ പോർക്ക് കഴിച്ചാലേ കിട്ടുള്ളൂ, ബീഫ് കഴിച്ചാലേ കിട്ടുള്ളൂ, മട്ടൻ കഴിച്ചാലേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, ബട്ട് മീറ്റ് ഈസ് ഓൾവേസ് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ആൻഡ് മീറ്റ് ഒരു കാരണവശാലും അൺഫേവറബിൾ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നില്ല.
പക്ഷേ മീറ്റ് അൺഫേവറബിൾ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാക്കാം. എങ്ങനെ എന്ന് ചോദിച്ചാൽ പ്രോസസ്ഡ് മീറ്റിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് ഡോഗ്സ്, ബേക്കൺസ്, സോസേജസ് പോലത്തെ മീറ്റിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നക്കാരനാണ്. പ്രോസസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പറയുന്ന അലോക്സാനും ഈ പറയുന്ന പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ്, ആറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്. 35% ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കാവുന്ന ഘടകമാണ് PAH എന്നൊക്കെ പറഞ്ഞാൽ, പോളിസൈറ്റിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ മീറ്റിൽ അടങ്ങിയിട്ടുണ്ട്. മീറ്റിലല്ല, പ്രോസസ്ഡ് മീറ്റിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്ത വേറൊരു ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഓവർ വെയ്റ്റിന്റെ സെഷൻ, ഒബേസിറ്റിന്റെ സെഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ലെപ്റ്റിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലെപ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്റ്റിൻ ആൻഡ് പ്രോട്ടീൻ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ലെപ്റ്റിൻ എന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ബോഡി വെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളെ എനർജി ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതായത് നമ്മളെ വിശപ്പ്, റെഡ്യൂസിങ് ദ ഹങ്കർ, നമ്മളെ വിശപ്പിനെ താഴ്ത്തുന്ന, അടിച്ചമർത്തുന്ന, വിശക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത്. പലർക്കും ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താ പറയാ, തകരാറ് സംഭവിക്കാം. തകരാറ് സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഭക്ഷണത്തോട് ആവേശം, ആക്രാന്തി, ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നും, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം തോന്നും. അങ്ങനത്തെ ചിലവരുണ്ട്. അത് ലെപ്റ്റിന്റെ പ്രശ്നമാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ലെപ്റ്റിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ടും കാണപ്പെടും. ഇതും പ്രശ്നമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റി ആൻഡ് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ there is a term called leptin sensitivity and leptin resistance. ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഏക ഡയറ്റ് ഫൈബർ ആൻഡ് പ്രോട്ടീൻ ആണ്. വൈ? ബിക്കോസ് പ്രോട്ടീനും ഫൈബറും ഒരു കാരണവശാലും പ്രോട്ടീൻ ആൻഡ് ഫൈബർ ആർ കൺസിഡേർഡ് ടു ബി ആസ് ഫില്ലേഴ്സ് എന്ന് പറയും. ഫില്ലേഴ്സ്. പക്ഷെ നമ്മൾ ഇന്ന് ഫില്ലറായിട്ട് കഴിക്കുന്ന സംഗതി എന്താ? പൊറോട്ടയും കുബൂസുമാണ് നമ്മൾ ഫില്ലറായിട്ട് കഴിക്കുന്നത്. വെറുതെ കിട്ടുന്ന സാധനമാണ് അല്ലേ? 12 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊറോട്ട തന്നു, ഒരു 24 രൂപ കൊടുത്താൽ 2 പൊറോട്ടയും ഏതെങ്കിലും ഗ്രേവി, ഒരു ചാറ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ഡിന്നർ കഴിഞ്ഞു. 24 രൂപയ്ക്ക് ഡിന്നർ കഴിഞ്ഞു. പക്ഷെ അതും ഫില്ലറാണ്. അതേസമയം തവിട് അതും ഫില്ലറാണ്. അതേസമയം പ്രോട്ടീൻ ഇതും ഫില്ലറാണ്. ഏതാണ് നല്ല ഫില്ലർ എന്ന് ആലോചിച്ചോ. ഫില്ലർ എന്ന് പറഞ്ഞാൽ വയറ് നിറയ്ക്കുന്ന ഘടകം. ഏതാണ്? നിങ്ങൾ വയറ് നിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? പൊറോട്ട കഴിച്ചിട്ടാണോ, ചപ്പാത്തി കഴിച്ചിട്ടാണോ, ദോശ കഴിച്ചിട്ടാണോ, അന്നജം കഴിച്ചിട്ടാണോ, അല്ല നല്ല അന്നജമായിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടാണോ, അല്ല പ്രോട്ടീൻ കഴിച്ചിട്ടാണോ? അപ്പൊ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്, നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, ലോ ഗ്ലൈസിമിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പേരക്ക പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൂടുതൽ, ബെറി ഫ്രൂട്ട് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, പേരക്ക, ബെറി ഫ്രൂട്ട്, കിവി ഫ്രൂട്ട് ഒക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കുറവാണ്, നല്ല പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, ഹൈ ഇൻ ഫൈബറുമാണ്. അപ്പൊ പ്രോട്ടീനുമായി, ഫൈബറിന് ഫൈബറുമായി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വിശപ്പ് അടങ്ങണം എന്നുണ്ടെങ്കിൽ അന്നജം കഴിച്ചാലേ നമ്മളെ ശരീരം സംതൃപ്തരാവുള്ളൂ. അതുകൊണ്ടാണ് മലയാളികൾ ചോറ് പ്രിയന്മാരാവുന്നത്. 3 നേരം ചോറ് കിട്ടിയാലും വളരെ ഹാപ്പി ആവുന്ന ഒരു കൂട്ടം വിഭാഗം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. അത് വെരി ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 2 സംഗതികൾ നിങ്ങൾ ഫില്ലേഴ്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി പ്രോട്ടീൻ ആൻഡ് ഫൈബർ. അതല്ല എങ്കിൽ നിങ്ങൾ ലെപ്റ്റിനിൽ പ്രശ്നം ഉണ്ടാവും, നിങ്ങളുടെ ബോഡി ഫാറ്റ് മാസ് കൂടും, നിങ്ങൾ മസിൽ മാസ് കുറയും, നിങ്ങളുടെ ബോഡി അൺഹെൽത്തി കണ്ടീഷനിലേക്ക് എത്തും, മെറ്റബോളിക് റേറ്റ് എല്ലാം കുറയാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഡു ഐ നീഡ് പ്രോട്ടീൻ ഇഫ് ഐ ആം നോട്ട് ഫിസിക്കലി ആക്റ്റീവ്? ഞാൻ അത്ര ഫിസിക്കലി ആക്റ്റീവ് ഒന്നും അല്ല സാറേ, ഞാൻ അങ്ങനെ വ്യായാമം ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല, എനിക്ക് പ്രോട്ടീൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രോട്ടീന്റെ ധർമ്മം എന്താണ് സുഹൃത്തെ എന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രോട്ടീന്റെ ധർമ്മം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സെല്ലുലാർ ഹെൽത്ത് ആണ്. കോശങ്ങളുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ വളരെ ആവശ്യമാണ്.
നമ്മളെ മനുഷ്യൻ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിൽഡിങ് സിമെന്റും കമ്പിയും പൂഴിയും മണലും വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മളെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ കോശങ്ങളുടെ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും വേണ്ടത് പ്രോട്ടീനാണ്. പ്രായം കൂടുന്നത്, ഏജിങ് വരെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 3 to 6 months നിങ്ങളുടെ ശരീരത്തിൽ അഡീക്വേറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏജിങ് വരെ, പ്രായാധിക്യമാവുന്നത് വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ, തടയാൻ സഹായിക്കുന്നുണ്ടാവും എന്നർത്ഥം. ദാറ്റ് ഇംപ്രൂവ്സ് സെല്ലുലാർ ഹെൽത്ത്. വൈ? ബിക്കോസ് പ്രോട്ടീൻ ക്യാൻ ഇംപ്രൂവ് ലിവർ ഹെൽത്ത്. നമ്മൾ നേരത്തെ സംസാരിച്ച ആക്ച്വലി പ്രോട്ടീൻ ഇസ് റെനൽ പ്രൊട്ടക്റ്റീവ് ആണ്, റെനൽ ഡിസ്ട്രോയർ അല്ല പ്രോട്ടീൻ. കിഡ്നിയെ സംരക്ഷിക്കാൻ നമുക്ക് പ്രോട്ടീൻ കഴിക്കണം, ലിവറിനെ സംരക്ഷിക്കാൻ, ഹൃദയത്തെ സംരക്ഷിക്കാൻ, കണ്ണിന്റെ കോശത്തെ സംരക്ഷിക്കാൻ, മസിൽസിനെ സംരക്ഷിക്കും. മസിൽസ് പോലെ തന്നെയാണ് ഹൃദയപേശികൾ എന്ന് പറഞ്ഞാൽ. പേശികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയപേശികൾ എന്നാണ് പറയുന്നത്, ഹൃദയം എന്നല്ല പറയുന്നത് ഡോക്ടർ. ഹൃദയപേശികൾ, ഹാർട്ട് മസിൽസ് എന്നാ പറയുന്നത്. നമ്മൾ പുറത്ത് കാണുന്ന മസിൽസ് പോലെ തന്നെയാണ് ലിവറും ബ്രെയിനും ഹാർട്ടും ലങ്സും ഒക്കെ തന്നെ. അപ്പൊ ഇവരുടെയൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല എന്താ? പ്രോട്ടീനാണ്. മെറ്റബോളിസം, ഉപാപചയ ക്രമത്തിന് ഏറ്റവും നല്ലത് പ്രോട്ടീനാണ്. ലിപ്പിഡ് കൺട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡിനൊക്കെ കുറയ്ക്കാനായിട്ട് പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറന്തള്ളാൻ, നിർമ്മാർജ്ജനം ചെയ്യാൻ, വേസ്റ്റ് ഡിസ്പോസൽ, ഗാർബേജ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോട്ടീൻ ആവശ്യമാണ്. ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഐഡിയലായിട്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് ഡേ ടു ഡേ നടന്നുകൊണ്ടിരിക്കണം. ഈ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അനാരോഗ്യത്തിന്റെ കണ്ടീഷനിലേക്ക് എത്തിയെന്നർത്ഥം. എപ്പോഴാണ് നിങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ ഈ 6 കാര്യം എടുത്ത് നോക്കിയാൽ മതി. സെല്ലുലാർ ഹെൽത്ത് മോശമാവുന്നു, മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരുന്നു, നിങ്ങളെ ലിപ്പിഡ് കൺട്രോൾ കൂടി വരുന്നു, വേസ്റ്റ് ഡിസ്പോസൽ കുറഞ്ഞു വരുന്നു, നിങ്ങളെ മസിൽ മാസ് കുറഞ്ഞു വരുന്നു, നിങ്ങൾ ഫാറ്റ് മാസ് കൂടി വരുന്നു, നിങ്ങളെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരുന്നു, നിങ്ങളെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നു. ഈ 6 സൂചനകളാണ് നിങ്ങൾ ആരോഗ്യത്തിൽ നിന്നും അനാരോഗ്യത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ 6 സൂചനകളുടെ തടയിടാൻ ഏറ്റവും നല്ല ഡയറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങൾ ഐഡിയൽ ആയിട്ട് ഒരു ജോലിയും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. സാറേ, ഗർഭിണികൾക്ക് പ്രോട്ടീൻ കൊടുക്കാവോ? ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 ഗർഭിണിയാണ്. ഒരു ജീവനല്ല, 2 ജീവനെ കാത്തു നോക്കുന്നത്. ആ 2 ജീവനാണ്. അപ്പൊ 2 ജീവന്റെ അത്രയും പ്രോട്ടീൻ കഴിക്കണം. ഇപ്പൊ ഞാൻ സാധാരണ എനിക്കൊരു 1.5 ഗ്രാമാണ് പ്രോട്ടീൻ എനിക്കൊരു ശരീരത്തിന്റെ ബോഡി വെയിറ്റിന് ആവശ്യമെങ്കിൽ ഗർഭിണികൾ, പ്രഗ്നന്റ് ലേഡീസ് കഴിക്കേണ്ടത് 2 grams എങ്കിലും പ്രോട്ടീൻ പെർ ബോഡി വെയിറ്റ് കഴിക്കണം. ഒരു 60 കിലോ ഭാരമുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ 100 മുതൽ 120 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചിരിക്കണം. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ബേബി ആൻഡ് യുവർ ഹെൽത്ത്. സോ പീരിയഡ്. അഡോളസെന്റ് കുട്ടികൾ, വളരുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രോട്ടീൻ ആവശ്യം. അവരുടെ ബോഡി വെയിറ്റിന്റെ 1.5 gram എങ്കിലും പ്രോട്ടീൻ ആവശ്യമാണ്. ഇതേപോലൊക്കെ തന്നെയാണ് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഡൈജസ്റ്റബിലിറ്റി കപ്പാസിറ്റി ഒരു പക്ഷെ ചിലവർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡൈജസ്റ്റബിലിറ്റി കപ്പാസിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ടോഫു, സോയ, നട്ട്സ്, ചന, ബീൻസ്, കിഡ്നി ബീൻസ്, കോഴിമുട്ട പ്ലസ് സോയാബീൻ അല്ലെങ്കിൽ സോയ ചങ്ക്സ് അല്ലെങ്കിൽ സോയ പ്രോട്ടീൻ ഐസോഫ്ലേവൻസിലേക്ക് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ ഡൈജസ്റ്റബിലിറ്റി ഉണ്ടാവും, കുറച്ചുകൂടെ ദഹനശേഷി കൂട്ടുന്നുണ്ടാവും, നല്ല ശോധനയും കിട്ടുന്നുണ്ടാവും, അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കിട്ടും. പ്രായമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഹാർട്ട് പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ് നിർബന്ധമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ വർദ്ധിപ്പിക്കും. പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രമേഹ രോഗി പ്രോട്ടീൻ കഴിച്ചിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് 30 to 40 grams ഓഫ് സോയ പ്രോട്ടീൻ പെർ ഡേ വിൽ കൺട്രോൾ യുവർ ട്രൈഗ്ലിസറൈഡ് ആൻഡ് LDL കൊളസ്ട്രോൾ. സോ ഒരു കാരണവശാലും നിങ്ങളെ കൊളസ്ട്രോളിലും ട്രൈഗ്ലിസറൈഡും നമ്മൾ ഫ്ലാക്സ് ഓയിലോ omega-3 സപ്ലിമെന്റോ ചെയ്യുന്നതിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് പ്രോട്ടീൻ സപ്ലിമെന്റും ചെയ്യുന്നത്, പ്രോട്ടീൻ പൗഡേഴ്സും ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡയറ്റും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈക്വലന്റ് ആണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് സോയ പ്രോട്ടീൻ. സോ ഐസോഫ്ലേവോൺസ് നമ്മൾ LDL കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും ക്രമീകരിക്കും.
ലിപ്പിഡ് പ്രൊഫൈലിനെ നോർമലാക്കും. HDL നല്ല കൊഴുപ്പിന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഹാർട്ട് പേഷ്യന്റിനെ സംബന്ധിച്ച് നിങ്ങൾ ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആന്റി കൊളസ്ട്രോൾ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യാം, പ്രോട്ടീൻ കഴിക്കാം. പ്രോട്ടീൻ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, ഒരു ദോഷവും ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എക്സസ് പ്രോട്ടീൻ വളരെ വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. എക്സസ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. പ്രോട്ടീൻ ഇൻടേക്ക് ഇസ് ദ പ്രൈമറി മോഡിഫയർ ഓഫ് ബോഡി കോമ്പോസിഷൻ. പ്രൈമറി മോഡിഫയർ, അതായത് നമ്മളെ ശരീരത്തിന്റെ അടിസ്ഥാന മോഡിഫിക്കേഷൻ, അടിസ്ഥാന ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബോഡി കോമ്പോസിഷന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു ഘടകം തന്നെയാണ് ഇത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. യാതൊരു സംശയമില്ല, ഒരു കാരണവശാലും തള്ളിക്കളയരുത്, നിഗ്ലക്ട് ചെയ്യരുത്. അത് പ്രോട്ടീൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിഗ്ലക്ട് ചെയ്യരുത്. ഓക്കെ, ദിസ് ഈസ് വൈ നമ്മൾ ഏറ്റവും വലിയ കൺസേൺ, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്ര ഹോസ്പിറ്റൽസ്, ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം പ്രോട്ടീൻ സ്കാനേഴ്സ് ഉണ്ട്, പ്രോട്ടീൻ സ്കാനർ ഉണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന ആസ്റ്ററിലോ അല്ലെങ്കിൽ ബേബിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പ്രോട്ടീൻ സ്കാനർ. നമ്മളെ ശരീരത്തിൽ പ്രോട്ടീൻ എത്ര കുറവുണ്ട്, നമ്മളെ ശരീരത്തിന് എത്ര ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സ്കാനേഴ്സ് ഉണ്ട്. ഇന്ന് അതൊന്നും നമുക്കില്ല. വെറുതെ നമ്മൾ വായിക്ക് തോന്നിയ ഗോതയ്ക്ക് പോട്ടെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ പറയുന്ന എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ആകെ പേടിച്ചിരിക്കുകയാണ്. ഒയ്യോ, പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു, ലിവർ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യാവസ്ഥ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. വിത്ത് റിസർച്ച് സ്റ്റഡീസ് പേപ്പേഴ്സാണ് ഞാൻ പറയുന്നത്, വെറുതെ അല്ല പറയുന്നത്. പ്രോട്ടീൻ ആൻഡ് ഗട്ട് ഹെൽത്ത്, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സപ്ലിമെന്റ്സിലേക്ക് കടക്കാം. ഓക്കെ, പ്രോട്ടീൻ ആൻഡ് ഗട്ട് ഹെൽത്ത് ഞാൻ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ഏത് സെഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഐ എൻഡ് അപ്പ് വിത്ത് 2 ടോപ്പിക്, ഗട്ട് ആൻഡ് എക്സസൈസ്. ബിക്കോസ് ഇത് രണ്ടുമാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഗട്ടാണ് നമ്മളെ ശരീരത്തിൽ എന്ത് സർക്കസ് കളിച്ചാലും ഗട്ട് ഹെൽത്ത് ആണ് നമ്മളെ ശരീരത്തിന്റെ ടോട്ടൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളെ ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടൽ, ചെറുകുടലല്ല, വൻകുടലുള്ള നല്ല ബാക്ടീരിയാസ്. ഈ നല്ല ബാക്ടീരിയാസ് ഫെർമെന്റേഷൻ നടന്നതിന് ശേഷമാണ് SCFA എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവുന്നത്. SCFA, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. നമ്മൾ 2-3 months ബാക്ക് നമ്മൾ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് സെഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. അതിന്റെ യൂട്യൂബ് ലിങ്ക് ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ച വ്യക്തിയോട് ചോദിച്ചോ. അതിൽ നമ്മൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് സംസാരിച്ചാണ്. ബ്യൂട്ടിറേറ്റ് എന്നൊക്കെ പോലത്തെ കുറെ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ ഫാറ്റി ആസിഡ് എങ്ങനെ ഉണ്ടാവും എന്നറിയോ? ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി, ഒമേഗ 3 ഫാറ്റി ആസിഡ് അല്ല കേട്ടോ. ഒമേഗ 3 ഫാറ്റി ആസിഡ് വേറെ, ഇത് ഗട്ടിൽ ഉണ്ടാകുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് കൊളോണിന്റെ, വൻകുടലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്. എക്സ്ക്യൂസ് മീ, സോറി, വോയിസ് ബ്രേക്ക് ആയോ? ഹലോ, വോയിസ് ക്ലിയർ ആണോ? ആരുമില്ലേ, പോയോ? ഓക്കെയാണ് സോറി, ഇപ്പൊ ഓക്കെയാണ്. ഒരു കോള് വന്നിരുന്നതാണ്. ഓക്കെ, അപ്പം പ്രോട്ടീൻ ആൻഡ് ഗട്ട് ഹെൽത്ത്. അപ്പം ഈ നമ്മൾ എന്താ പറയാ, പ്രോട്ടീൻ എങ്ങനെ ഗട്ട് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഗട്ട് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം ഗട്ട് മൈക്രോബയോട്ട അല്ലേ, നല്ല ബാക്ടീരിയാസ് അല്ലേ, പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും അല്ലേ ഗട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹൗ ക്യാൻ പ്രോട്ടീൻ ഇൻഫ്ലുവൻസ് ഗട്ട്? ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞാണ്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു 2-3 minutes കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ അതിൽ ഞാനൊരു പറഞ്ഞൊരു ഘടകമുണ്ട്. ഈ ഗട്ടില് പ്രോപ്പർ ഫെർമെന്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ്സിന്റെ കോമ്പിനേഷൻ ഇല്ലാതെ ഗട്ടിന് പ്രോപ്പർ ആയിട്ട് ഫെർമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയാസ്, ചില നല്ല എന്താ പറയാ അമിനോ ആസിഡ്സ് ഓൾ ആർ ഗുഡ്. നല്ല അമിനോ ആസിഡ്സ് ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല. എല്ലാ അമിനോ ആസിഡ്സും നല്ലതാണ്. അത് എസെൻഷ്യൽ ആയിക്കോട്ടെ, നോൺ എസെൻഷ്യൽ ആയിക്കോട്ടെ. ഇപ്പൊ L-അർജിനൈൻ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായി അത് എസെൻഷ്യൽ ആണ് എന്നുള്ളത്. N-അസറ്റിൽ സിസ്റ്റൈൻ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായി അത് ആവശ്യമാണെന്നുള്ളത്. N-അസറ്റിൽ കോലൈൻ എന്ന് പറയുന്ന സാധനം നോൺ എസെൻഷ്യൽ ആണ്. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായി അത് വേണ്ടതാണ്. ഗ്ലൂട്ടാമൈൻ,
വേണ്ടതാണ്, ടോറിൻ വേണ്ടതാണ്. ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. പക്ഷെ ഇതൊക്കെ വേണ്ടത്, എല്ലാ അമിനോ ആസിഡ്സും വേണ്ടതാണ്. ഓക്കെ, അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഈ ഗട്ടിൽ പ്രോപ്പറായിട്ട് ഫെർമെന്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗട്ട് മൈക്രോബയോട്ടയും അമിനോ ആസിഡും കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവണം, ഒരു ബൈൻഡിങ് ആണ്. ഗട്ടും അമിനോ ആസിഡും വെരി ക്ലോസ് തിക് ഫ്രണ്ട്സ് ആണ്. ഇത് രണ്ടും ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് നിർത്തുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഗട്ടിൽ ഫെർമെന്റേഷൻ നടക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ട്രിപ്റ്റോഫാന്, മെത്തിയോനൈന്, ലൈസിന്, എല്ലാർജിനൈന്, എൽസിസ്റ്റൈന്, പിന്നെ ലൂസിന്, ഐസോലൂസിന്, ഇങ്ങനെ കുറെ അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ കുറെ അമിനോ ആസിഡ്സ് ഗട്ടുമായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണ്. നമ്മൾ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. പ്രോബയോട്ടിക് പ്രീബയോട്ടിക്കിന്റെ കൂടെ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ ഫുഡോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറോ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. ഇനി പ്രോബയോട്ടിക് പ്രീബയോട്ടിക്കിന്റെ കൂടെ അത്യാവശ്യം വൈറ്റമിൻസും നിർബന്ധമായിട്ടും മിനറൽസും അതിൻ്റെ കൂടെ അമിനോ ആസിഡും അതിൻ്റെ കൂടെ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും കഴിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ കറക്റ്റ് ഫൗണ്ടേഷൻ ആയി എന്നർത്ഥം. നിങ്ങളെ ശരീരത്തിന്റെ അസ്ഥിവാരം ഇട്ട് ഉറപ്പിക്കാൻ പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഞാൻ പറഞ്ഞത്? അമിനോ ആസിഡ്, പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, വൈറ്റമിൻസ് വിത്ത് മിനറൽസ്. ഈ 5 ഒരേ കോമ്പിനേഷനിൽ അറ്റ് എ ടൈം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെസ്റ്റ് ഫൗണ്ടേഷൻ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കാനില്ല. കാരണം പ്രോപ്പർ ഫെർമെന്റേഷൻ നടക്കും, പ്രോപ്പർ ഡൈജഷൻ നടക്കും. ഗട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം തീരുമാനിക്കുന്നത്. മസിൽസ്, ഹോർമോൺ, ഇമ്മ്യൂണിറ്റി, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ബ്രെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ബ്രെയിനിനെ വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഗട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് നോക്കിക്കോളും. അതേപോലെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, അമിനോ ആസിഡ്സ് ആർ കൺസിഡേർഡ് ടു ബി ആസ് എ ഗട്ട് ബാരിയർ. പ്രോട്ടീൻ ഇസ് ദ ഗട്ട് ബാരിയർ. ഗട്ടിന് വേണ്ടുന്ന കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി, ഗട്ടിന് വേണ്ടുന്ന കംപ്ലീറ്റ് ബാരിക്കേഡ് കംപ്ലീറ്റ് കൊടുക്കുന്നത് പ്രോട്ടീനാണ്. അതേസമയം നല്ല ഫുഡിന്റെ കൂടെ നിങ്ങൾ ഗട്ട് കൊടുത്താൽ ഗുഡ് ഗട്ട് സിംബയോസിസ് ഉണ്ടാക്കും. ബാഡ് ഫുഡിന്റെ കൂടെ നിങ്ങൾ പ്രോബയോട്ടിക് കൊടുത്താൽ ബാഡ് ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാക്കും. ചോദ്യം, പൊറോട്ടന്റെ കൂടെ നിങ്ങൾ എന്താ പറയാ നല്ല ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, നല്ല എന്താ പറയാ പ്രോബയോട്ടിക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഗട്ടിനെ തകരാറാക്കും. അതേസമയം നിങ്ങൾ വെജിറ്റബിൾസിന്റെ കൂടെയും ഫ്രൂട്ട്സിന്റെ കൂടെയാണ് നിങ്ങൾ കൂടുതലായിട്ടും പ്രോബയോട്ടിക്സ് കഴിക്കുന്നതെങ്കിൽ അത് ഗട്ടിന് നന്നാക്കും. അപ്പം ഗട്ടിനെ ഡാമേജ് ചെയ്യാനും ഗട്ടിനെ നന്നാക്കാനും നമ്മൾ കഴിക്കുന്ന ഡയറ്റ് തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡയറ്റ് മേക്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. സപ്ലിമെന്റേഷൻ ഡസ് മേക്ക്, ഒരു സംശയമില്ല, സപ്ലിമെന്റേഷൻ ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് കോസ് നമ്മളെ ഡയറ്റ് തന്നെയാണ്. ഡയറ്റിൽ നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട് നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളെ ഡയറ്റ് ഒന്ന് എടുത്തു നോക്കും. കൂടുതൽ സമയം എടുക്കാനില്ല, ഒരു 10 മിനിറ്റോടെ എക്സ്ട്രാ എടുക്കാം. നമ്മൾ ഡയറ്റ് എടുത്ത് നോക്കും. നമ്മൾ രാവിലെ കഴിക്കുന്ന ഡയറ്റിൽ നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത്? ഒരു പ്രോട്ടീൻ അനാലിസിസ് നടത്തുന്നത് നന്നായി. ഒരു നാടൻ ടെസ്റ്റ്. 71 കിലോ വെയിറ്റ് ഉള്ള എനിക്ക് ഒരു ദിവസം 100 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിക്കണം. ഞാൻ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, അസിസ്റ്റൻസ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളാണ്. ഇന്ന് ലെഗ് വർക്കൗട്ടും ഷോൾഡർ വർക്കൗട്ടും ഒക്കെ ചെയ്തതാണ്. അപ്പൊ എനിക്ക് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് ഞാൻ കഴിക്കേണ്ടത്? ഞാൻ ഒരു ദിവസം രാവിലെ കഴിക്കുന്നത് എന്താണ്, ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്താണ്, വൈകുന്നേരം? സാധാരണ നമ്മൾ രാവിലെ കഴിക്കുന്നത് എന്തായിരിക്കും? ഇഡ്ഡലിയോ ദോശയോ ആപ്പമോ പുട്ടോ ചപ്പാത്തിയോ, അതിന്റെ കൂടെ കടലയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപ്പ് കറിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഫിഷ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മുട്ടക്കറിയോ എന്തെങ്കിലും ഉണ്ടാവും. ശരിയല്ലേ? എത്ര ഗ്രാം പ്രോട്ടീൻ? ഒരു മുട്ടയിൽ ഒരു 6.5 to 7 grams ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഒരു ദിവസം 2 കോഴിമുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 grams ഓഫ് പ്രോട്ടീൻ കിട്ടുന്നുണ്ടാവും. മാക്സിമം പോയ ഒരു 15 ഗ്രാം പ്രോട്ടീൻ. പിന്നെ നമ്മൾ കഴിക്കുന്ന വൈറ്റ് റൈസും എന്താ പറയുക, വൈറ്റ് തവിട് എല്ലാം ഒഴിവാക്കിയിട്ടുള്ള സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അതിലൊന്നും പ്രോട്ടീൻ ഒന്നുമില്ല. ഇനി പോട്ടെ, 5 ഗ്രാം പ്രോട്ടീൻ കൂട്ടിക്കും, ഇല്ലെന്ന് പറഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം പോയാൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു 20 grams ഓഫ് പ്രോട്ടീൻ ആണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ബട്ട് നമ്മൾ ദോശേൻ്റെ കൂടെ സാമ്പാർ കഴിക്കുന്നുണ്ടെങ്കിൽ എത്ര ഗ്രാം? ഒരു 10 ഗ്രാം പോലും പ്രോട്ടീൻ അതിൽ കിട്ടുന്നുണ്ടാവും, എനിക്ക് തോന്നുന്നില്ല. പറയപ്പെടുന്നത് 30 grams ഓഫ് പ്രോട്ടീൻ ഒരു നേരത്തെ ഡയറ്റിൽ നമുക്ക് കിട്ടണമെന്നാണ്. 30 ഗ്രാം എങ്കിലും ഒരു നേരത്തെ ഡയറ്റിൽ കിട്ടണം.
ഒരു 100 ഗ്രാം ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ കിട്ടും. ഒരു 4 കോഴിമുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ കിട്ടും. ഒരു 4 കോഴിമുട്ട കഴിക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. ഒരു നേരം ഞാൻ പറഞ്ഞേട്ടോ. അതേസമയം സോയ അല്ലെങ്കിൽ കിഡ്നി ബീൻസ്, പേരയ്ക്ക, ബെറി ഫ്രൂട്ട്, നട്ട്സ്, ചെന, കടല ഇങ്ങനെയൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രോട്ടീൻ കിട്ടുന്നുണ്ടാവും. ഇങ്ങനത്തെ സോഴ്സുകളെല്ലാമാണ് നമ്മൾ കൂടുതലും ഡയറ്റ് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും പല ദിവസങ്ങളും നമുക്ക് ഇതൊന്നും നോക്കാനൊന്നും സമയമില്ല. പല ദിവസങ്ങളും അല്ല, 90% ആൾക്കാരൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു ബി ഫ്രാങ്ക് അല്ല. പ്രോട്ടീൻ നോക്കിയിട്ട്, വൈറ്റമിൻ നോക്കിയിട്ട്, മിനറൽ നോക്കിയിട്ട്, ഒമേഗ 3 നോക്കിയിട്ടൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങാവുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റാവുന്ന, നമ്മൾ ഏതെങ്കിലും നമുക്ക് എന്താ പറയുക ഷോർട്ട് കട്ട് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മൾ ജോലിയിലോ ബിസിനസ്സിലോ ഒന്നിലുമല്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ലാഭിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഭക്ഷണത്തിലാണ്. അതാണ് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക. ഉച്ചത്തെ ഡയറ്റ് എടുത്ത് നോക്കും. ഞാൻ ആവറേജ് ഉച്ചയ്ക്ക് ഒരു 3 കോഴിമുട്ട കഴിക്കും, അല്ലെങ്കിൽ ഒരു 100-150 ഗ്രാം ചിക്കൻ കഴിക്കും. ചായ കുടിക്കുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇപ്പൊ 2 കൊല്ലത്തോളായി. കഴിയുന്നതും ബ്ലാക്ക് കോഫി കഴിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കഴിക്കും, അല്ലെങ്കിൽ ലൈം ടീ കഴിക്കും, അല്ലെങ്കിൽ ലൈം വിത്ത് കുർക്കുമിൻ വിത്ത് ഇഞ്ചിയും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടീ കഴിക്കും. പാല് വളരെ കുറവേ കഴിക്കാറുള്ളൂ. ഇപ്പൊ അത്യാവശ്യം കഴിക്കരുത്. ഒരു ദിവസം ഒരു നേരമൊക്കെ ഏതെങ്കിലും ഒരു നേരം പാൽ ചായയോ പാൽ കാപ്പിയോ കഴിക്കും. നിവൃത്തിയില്ല, നമുക്ക് കുറച്ച് നാവിനെയും കൂടെ സംതൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം. നോ ഷുഗർ ഒഴിവാക്കിയിട്ട് 2 വർഷത്തോളായി. സോൾട്ടും വളരെയധികം കുറച്ചു. ചില ഫുഡുകളിലും സോൾട്ട് ഉപയോഗിക്കാറേ ഇല്ല. ടേസ്റ്റിനും സ്മെല്ലിലും കളറിലും നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടും. ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മളെ ഗട്ടിന് തരാറുണ്ടാക്കും. ഇതൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രശ്നം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഡയറ്റ് ഇങ്ങനെ ആയിരിക്കണം. പിന്നെ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറയ്ക്കണം. നമ്മൾ കണ്ടമാനം ചോറും ഇച്ചിരി ഉപ്പേരി, ഇച്ചിരി അച്ചാറും, ഒരു പപ്പടവും, ഒരു മീൻ പൊരിച്ചതും എല്ലാം ദോഷമാണ്. പപ്പടം ദോഷം, കണ്ടമാനം ചോറ് ദോഷം, ഇച്ചിരി 1 ടീസ്പൂൺ ഉപ്പേരി അത് മതി. പിന്നെ സാമ്പാറിന്റെ കഷ്ണം മറ്റേ കഷ്ണമൊക്കെ ഉണ്ടാവും, മീനിന്റെ ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു വെട്ട. ആലോചിച്ച് നോക്കുക, എന്തുമാത്രം നമ്മൾ അന്നജം കഴിച്ചിട്ട് നമ്മൾ വയറ് നിറയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഡയറ്റിൽ ഒരു കാരണവശാലും 50% മസ്റ്റ് ബി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. മിനറൽസ് നമുക്ക് വെള്ളത്തോടെ കിട്ടുന്നുണ്ട്. നമ്മൾ മിനറൽ ഡ്രോപ്സ് ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ മിനറൽസ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആയിരിക്കണം നമ്മളെ മെയിൻ ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മളെ പ്ലേറ്റിന്റെ ഒരു 75 മുതൽ 80% വൈറ്റമിൻസും ഫാറ്റും പ്രോട്ടീനും ആയിരിക്കണം. 20% മാത്രമേ അന്നജം പാടുള്ളൂ. പക്ഷെ നമ്മൾ പ്ലേറ്റിന്റെ 80% അന്നജമാണ്. ബാക്കി 20% എല്ലാം ഒന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതലായിട്ട് നിങ്ങൾ ഫുഡ് തന്നെ ആശ്രയിക്കുക. സോയ കഴിക്കാം, ടോഫു കഴിക്കാം, പനീർ കഴിക്കാം, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാം, പയർവർഗ്ഗങ്ങൾ കഴിക്കാം, നട്ട്സ് കഴിക്കാം. ഗ്രീക്ക് യോഗർട്ട് ഈസ് വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. മീറ്റ്, ഓൾ സോഴ്സസ് ഓഫ് മീറ്റ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഫിഷ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. മുട്ട നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ചെമ്മീൻ, പ്രോൺസ് ഒക്കെ നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ്റെ ലിവർ, ബീഫിന്റെ ലിവർ, മട്ടന്റെ ലിവർ, പോർക്കിന്റെ ലിവർ ഒക്കെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. കിഡ്നി ബീൻസ് ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പേരയ്ക്ക, ബെറി ഫ്രൂട്ട്സ്, ഓൾ ബെറി ഫ്രൂട്ട്സ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അവക്കാഡോ പല ആൾക്കാരും കഴിക്കാറേ അല്ല. ഞാൻ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവക്കാഡോ വാങ്ങിച്ചിട്ട് അച്ഛനും കഴിക്കില്ല, അമ്മയും കഴിക്കില്ല. കാരണം ടേസ്റ്റ്ലെസ് ആണ്. ഈ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി പഞ്ചസാര ഇടും. പോയില്ല കഥ, കംപ്ലീറ്റ് കട്ട പുകയില്. ടേസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് സഹിക്കുക. ആദ്യം മധുരിടാതെ, പഞ്ചസാര ഇടാതെ ചായയും കാപ്പി കുടിക്കുന്ന സമയത്തൊക്കെ കുറച്ചൊരു ചടപ്പുണ്ടാവും, ഒരു കയ്പൊക്കെ ഉണ്ടാവും. പിന്നെ അത് രുചിച്ച് കഴിഞ്ഞാണ്ടല്ലോ ആ കയ്പിന്റെ ഒരു രുചിയുണ്ട്, ആ പുളിക്കൊരു രുചിയുണ്ട്. അത് നിങ്ങൾ എൻജോയ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? അൾട്ടിമേറ്റ്ലി വൈ ഐ ആം സഫറിങ് ദിസ്. ആദ്യം ഇതൊരു സഫറിങ് ആണ്, പിന്നെ നിങ്ങളൊരു ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പരിധി വരെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കഴിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇത്രയൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും വി ആർ റണ്ണിങ് ഷോർട്ടേജ് ഓഫ് പ്രോട്ടീൻ. കാരണം എത്ര പ്രോട്ടീൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ഒരു 1.5 to 1.9 grams ഓഫ് ബോഡി വെയിറ്റ് പ്രോട്ടീൻ ആവശ്യമാണ്.
ഐഡിയൽ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും 1.5 ഗ്രാംസ് പ്രോട്ടീൻ അവരുടെ ബോഡി വെയിറ്റിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് വേണം. ഒരു 60 കിലോ ആയിട്ടുള്ള ഒരു വ്യക്തി വെറുതെ ഇരിക്കുക, ഒരു പണിയെടുക്കുന്ന അല്ലെങ്കിൽ പോലും ഒരു ദിവസം 90 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പം ഈ 90 ഗ്രാം പ്രോട്ടീൻ ഒരു കാരണവശാലും നമ്മൾ ഇന്ന് കഴിക്കുന്ന അത്രയ്ക്കും ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് നമുക്ക് ശരീരത്തിന് ആനുപാതികമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റിലൂടെ മാത്രം കിട്ടും. പറയാൻ വളരെ എളുപ്പ സുഹൃത്തെ, ഡയറ്റ് മാത്രം കഴിച്ചാൽ പോരെ. എത്ര പേർക്ക് ഡയറ്റ് മാത്രം ആശ്രയിച്ചിട്ട് ഇത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ പറ്റും? സാധ്യമുള്ള കാര്യമല്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലിമെന്റ് ചെയ്യുന്നത്. സപ്ലിമെന്റേഷൻ നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്തുകൊണ്ട്? യാദൃശ്യവശാൽ നമ്മൾ കഴിക്കുന്ന നിർഭാഗ്യവശാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ കിട്ടുന്നില്ല എന്നുള്ളതായി സത്യാവസ്ഥയും കൂടി തിരിച്ചറിയുക. അല്ലാതെ പ്രോട്ടീൻ സപ്ലിമെന്റ് അല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഡയറ്റ് മാത്രം ആശ്രയിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ റോള് വരുന്നത്. ഞാൻ നേരത്തെ ഓൾറെഡി സംസാരിച്ചതാണ് സോയ് ഐസോഫ്ലേവോൺസിനെ കുറിച്ച്. ഐസൊലേറ്റ് ഫോം ആണ് ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ്. അത് വേ ആയിക്കോട്ടെ, സോ ആയിക്കോട്ടെ. സോയിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതെന്ന് വെച്ചാൽ സോയിന്റെ ഡൈജസ്റ്റബിലിറ്റി വളരെ കൂടുതലാണ്. സോയിൽ ഐസോഫ്ലേവോൺസിന്റെ അംശം വളരെ കൂടുതലാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ തന്നെ പറയുന്നത് സോയ് ഐസോഫ്ലേവോൺസ് ഹൃദയ സംബന്ധമായുള്ള അസുഖത്തെ കുറയ്ക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സോയ് ഐസോഫ്ലേവോൺസിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അനിമൽ പ്രോട്ടീനിൽ എത്ര എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടോ അത്രത്തോളം എസെൻഷ്യൽ അമിനോ ആസിഡ് ഉള്ള ഏക വെജിറ്റബിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് സോയ് ഐസോഫ്ലേവോൺസ്. അപ്പൊ നിങ്ങൾ അനിമൽ പ്രോട്ടീൻ, നിങ്ങൾ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സോയ പ്രോട്ടീൻ കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശരീരത്തിന് ആനുപാതികമായിട്ടുള്ള നല്ല എസെൻഷ്യൽ അമിനോ ആസിഡ് സപ്ലൈ ചെയ്യുന്ന പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ് സോയ് ഐസോഫ്ലേവോൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പറയുന്നത് സോയ് ഐസോഫ്ലേവോൺസിൽ ജെനിസ്റ്റൈൻ എന്ന് പറഞ്ഞ, ജെനിസ്റ്റീൻ എന്നും പറയാം, ജെനിസ്റ്റൈൻ എന്നും പറയാം. ജെനിസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു ആന്റി ഓക്സിഡന്റ് കോമ്പണന്റ് ഉണ്ട്. ഇത് ഒരു ഈക്വലൻ ടു കീമോ ഡ്രഗ് ആണ്. നേരത്തെ ആരോ ചോദിച്ച കീമോതെറാപ്പി കൊടുക്കുന്നവർക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കാവോ? നിസ്സംശയം, വിതൗട്ട് എനി ഡൗട്ട്, യു ക്യാൻ ക്ലോസ് യുവർ ഐസ്, യു ക്യാൻ and definitely suggest protein powder for a patient who are taking chemotherapy. Why? Because സാധാരണ വ്യക്തിയേക്കാൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ 3 ഇരട്ടി പ്രോട്ടീൻ ആവശ്യമാണ് ഒരു കീമോതെറാപ്പി എടുക്കുന്ന ഒരു പേഷ്യന്റ്. കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ അവർ കഴിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. കാരണം ജെനിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഇന്ന് ആന്റി ക്യാൻസറസ് ആണ്. കുർക്കുമിനെ പോലെ, ക്രിൽ ഓയിലിനെ പോലെ ആന്റി ക്യാൻസറസ് ആണ്. ഈ ജെനിസ്റ്റീൻ സോയ് ഐസോഫ്ലേവോൺ എക്സ്ട്രാക്റ്റിൽ ഉണ്ട്, നമ്മുടെ പ്രോട്ടീൻ പൗഡറിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കും. നിങ്ങളൊരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആന്റി ക്യാൻസറസ് ഘടകം വരെ അടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ അമിനോ ആസിഡ്സ് ഉണ്ട്, അതിൽ ഏതൊക്കെ അമിനോ ആസിഡ് ആണ്, അതിന്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വിത്തിൻ 5 minutes വി ക്യാൻ സ്റ്റോപ്പ് ദ സെഷൻ. ഓക്കെ, നമ്പർ 1 അമിനോ ആസിഡ് ഹിസ്റ്റൈഡിൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ആണ്. ഹിസ്റ്റൈഡിൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെർവസ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നു, ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ശ്വേതരക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ WBC ആൻഡ് RBCനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോയിന്റ് ഹെൽത്ത്, സന്ധികളുടെ ആരോഗ്യത്തിനും ഹിസ്റ്റൈഡിൻ ഏറ്റവും ആവശ്യമാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയും, IgE എന്നൊക്കെ പറയും. ഇപ്പൊ മഴക്കാലത്തൊക്കെ നിങ്ങൾ പലർക്കും ഈ അലർജി തകരാറുകൾ, ആസ്മ തകരാറുകൾ, മൂക്ക് ചീറ്റൽ, ജലദോഷം, ഹേ ഫീവർ പോലത്തെ പ്രശ്നങ്ങൾ, അലർജി റൈനൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. അവരൊന്ന് IgE പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയും. നിൽക്കാത്ത അലർജി ആണെന്നുണ്ടെങ്കിൽ IgE വളരെ കൂടുതലായിരിക്കും. ഈ IgEനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊളസ്ട്രോളിന്റെ കൂടെ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഹിസ്റ്റൈഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അതിന് സപ്പോർട്ടീവ് ആണ്. അടുത്തത് ഐസോലൂസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആണ്. ഐസോലൂസിൻ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ്. വളർച്ചയെ സഹായിക്കുന്ന കൊച്ചു കുട്ടികൾ, പ്രായമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും കൊടുക്കുന്ന എഫക്റ്റീവ് ആയിരിക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ എഫക്റ്റീവ് ആണ്. മാനസിക ആരോഗ്യത്തിനും ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നു എന്നർത്ഥം. 1-2 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾ മാനസിക ആരോഗ്യം വരെ നോർമലൈസ് ചെയ്യുമെന്നർത്ഥം. ബ്ലഡ് ഷുഗർ നോർമലൈസ് ചെയ്യുന്നർത്ഥം.
ലൂസിൻ ആൻഡ് ലൈസിൻ ആൻഡ് വാലൈൻ എന്ന് പറയുന്ന 3 അമിനോ ആസിഡ് BCAA കാറ്റഗറിയിലാണ്. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. ലൂസിൻ, ലൈസിൻ ആൻഡ് വാലൈൻ ഇത് 3ഉം മസിൽസിന്, എനർജിക്ക്, മെറ്റബോളിസത്തിന്, ലോഞ്ചിവിറ്റിക്ക്, സന്ധികൾക്ക്, കോളജന്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, അസ്ഥികളുടെ ആരോഗ്യത്തിന്, അതേപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ലൂസിൻ, ലൈസിൻ ആൻഡ് വാലൈൻ എന്ന് പറയുന്ന BCAA കാറ്റഗറിയിൽ വരുന്ന സാധനം. പ്രത്യേകിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിന്റെ കൂടെയൊക്കെ BCAA കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. മെഥിയോനൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ലിവറിന് ഏറ്റവും നല്ലതാണ്. ഫാറ്റി ലിവറിൽ ഇൻഫ്ലമേഷൻ, ലിവറിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മെഥിയോനൈൻ അമിനോ ആസിഡ് ഈസ് വെരി ഗുഡ്. അതേപോലെ ഫെനിലാലനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്, വിഷാദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡോപ്പമൈൻ പ്രൊഡക്ഷൻ കൂട്ടാൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ പഠിക്കാൻ കുറച്ച് വൈകല്യം കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഈ ഫെനിലാലനൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്. ADHD ബാധിച്ച കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ ഡോപ്പമൈൻ പ്രൊഡക്ഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ പാർക്കിൻസൺസിനൊക്കെ ഒരു പരിധി വരെ ഇത് ഗുണം ചെയ്യും ഈ ഒരു അമിനോ ആസിഡ്. ത്രിയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഇത് ആന്റിബോഡിയാണ്. ആന്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റുകളാണ്. നമ്മളെ T സെൽസ്, B സെൽസിനൊക്കെ നിയന്ത്രിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ ആന്റിബോഡീസ് ആണ്. അതേപോലെ തന്നെ ദഹനത്തിനും ഏറ്റവും ബെസ്റ്റ് ആണ്. ട്രിപ്റ്റോഫാൻ ആൻഡ് ട്രിയോനൈൻ ഈ 2 അമിനോ ആസിഡിന്റെ പ്രത്യേകത ഗട്ടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെ ഡൈജഷൻ, ശോധന ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ, ലൂസ് മോഷൻ, എബ്സോർപ്ഷൻ, എന്താ പറയുക, എക്സ്ക്രീഷൻ, പുറന്തള്ളുക ഇതിനൊക്കെ കണക്റ്റഡ് ആണ് നമ്മൾ ഈ ത്രിയോനൈൻ ആൻഡ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ. ട്രിപ്റ്റോഫാൻ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് അമിനോ ആസിഡ് ആണ്. ഈ അമിനോ ആസിഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഐ വുഡ് സേ BCAA-നേക്കാളും എന്താ പറയാ L-അർജിനൈനേക്കാളും അല്ലെങ്കിൽ L-ഗ്ലൂട്ടാമൈനേക്കാളും അതേസമയം എന്താ പറയാ വേറൊന്നും കൂടെ ഉണ്ടല്ലോ, മെഥിയോനൈനേക്കാളും ക്രിയാറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്. വൈ? ബിക്കോസ് ട്രിപ്റ്റോഫാൻ ഒരുപാട് ഗട്ട് മൈക്രോബ്സിന്, നല്ല ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിന് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗട്ട് ഹെൽത്തിനെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ ട്രിപ്റ്റോഫാനിനെ കൊണ്ട് സാധിക്കുന്നു എന്ന് അർത്ഥം. വാലൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് സിസ്റ്റൈൻ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആട്ടോ, ഡീടോക്സിഫയർ ആണ്. നമ്മൾ ഗാനോഡെർമയുടെ കൂടെ, ഫുഡ് പാച്ചിന്റെ കൂടെയൊക്കെ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അമിനോ ആസിഡ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. ഇത് പല എന്താ പറയാ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യുന്ന പല കമ്പനികളിലും ഈ സാധനം മിസ്സിംഗ് ആണ്. ഈ സിസ്റ്റൈൻ എന്ന് പറയുന്ന N-അസറ്റിൽ സിസ്റ്റൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് മിസ്സിംഗ് ആണ്. പക്ഷെ നമ്മുടെ വെസ്റ്റീജിന്റെ പ്രോട്ടീൻ സപ്ലിമെന്റിൽ N-അസറ്റിൽ സിസ്റ്റൈൻ ഉണ്ട്, NAC എന്നാ പറയാ. സിസ്റ്റൈൻ ഉണ്ട്. സിസ്റ്റൈൻ is a powerful antioxidant. Cysteine is a powerful detoxifier and cysteine is very good for lungs and liver. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ്. തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, പല ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് തൈറോയ്ഡ് പ്രശ്നമുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കാവോ, പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യാവോ, അല്ലെങ്കിൽ പ്രോട്ടീൻ ഫുഡുകൾ കൂടുതൽ കഴിക്കാവോ? തീർച്ചയായിട്ടും ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കഴിച്ചിരിക്കണം. കാരണം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ് എന്താ പറയുക തൈറോയ്ഡ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതാണ് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഈ പറഞ്ഞ എല്ലാ അമിനോ ആസിഡും നമ്മുടെ പ്രോട്ടീൻ സപ്ലിമെന്റിലുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 to 25 ഗ്രാംസ്, ഒരു 25 ഗ്രാം എങ്കിലും ഒരു ദിവസം 2 നേരമായിട്ട് നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഡയറ്റ് ഷുഡ് ബി ദ നമ്പർ 1. അടുത്തത് ഇത് സപ്ലിമെന്റ് ചെയ്യാം. ഇതിലെ ഫൈറ്റോ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്. ഈ ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ലൈക്ക് ഹോർമോൺ ആണ്, ഫൈറ്റോജനിക് ഈസ്ട്രോജൻ എന്ന് പറയും. ഇത് മെൻസ്ട്രുവൽ പീരിയഡ്സ്, പോസ്റ്റ് മെൻസ്ട്രുവൽ, പ്രീ മെൻസ്ട്രുവൽ ആൻഡ് മെനോപോസൽ ലേഡീസിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുന്നത്. കാരണം മെനോപോസൽ ലേഡീസിന് ഈസ്ട്രോജൻ പെട്ടെന്ന് ഡൗൺ ആവും. ഒരു 50 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ കുറഞ്ഞു വരും. കംപ്ലീറ്റ് മെനോപോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞാലാണ് ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവുന്നു, ശരീരത്തിൽ ഒരു ചൂടുള്ള അനുഭവം ഉണ്ടാവുന്നു, ടെൻഷൻ അടിക്കുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു,
തൈറോയ്ഡ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അസ്ഥി ഉരുക്കം ഉണ്ടാവുന്നു, തേയ്മാന സംബന്ധമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ബോഡി ഫാറ്റ് വർദ്ധിച്ചു വരുന്നു, ഉറക്കക്കുറവ് ഉണ്ടാവുന്നു, മാനസിക ടെൻഷൻ ഉണ്ടാവുന്നു. ഇതെല്ലാം ഉണ്ടാവുന്നത് മെനോപോസ് ലേഡീസിനെ കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു കോമ്പണന്റ് ആണ് ഈ ഫൈറ്റോ ഈസ്ട്രോജൻസ്. ഈ ഫൈറ്റോ ഈസ്ട്രോജൻസ് ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ മെനോപോസൽ ലേഡീസിന് ഏറ്റവും എഫക്റ്റീവ് ആണ് ഈ സാധനം. അതേപോലെ തന്നെ ആന്റി ക്യാൻസർസ് ആണ് ഞാൻ പറഞ്ഞ ജെനിസ്റ്റൈൻ എന്ന് പറയുന്ന കോമ്പണന്റ് ഉണ്ട്. പ്രഗ്നന്റ് ലേഡീസ് മസ്റ്റ് ടേക്ക് പ്രോട്ടീൻ പൗഡർ. ഒരു ഡൗട്ടും ഇല്ല, ഒരു സംശയവും ഇല്ല, കഴിക്കേണ്ടതാണ്. വളരുന്ന കുട്ടികൾ, പ്രായം ചെന്ന ആൾക്കാര്, കൊളസ്ട്രോളിന് നിങ്ങൾ ഡ്രഗ് കഴിക്കുന്നുണ്ടെങ്കിൽ ആന്റി കൊളസ്ട്രോൾ ഡ്രഗോ അല്ലെങ്കിൽ ആന്റി ക്യാൻസറസ് ഡ്രഗോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന് ഡ്രഗോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഹൃദയ സംബന്ധമായിട്ടുള്ള ആൾക്കാർ, ക്യാൻസർ രോഗികൾ, ട്യൂമർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരീരത്തിൽ നമുക്ക് സിസ്റ്റ്, ഇപ്പൊ യൂട്രസിൽ മുഴയുണ്ട്, അല്ലെങ്കിൽ ട്യൂബിൽ സിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഓവറീസിലൊക്കെ സിസ്റ്റും ഇതൊക്കെ ഉണ്ട്, ബെനൈൻ സിസ്റ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ സിസ്റ്റിനൊക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ ആന്റി ക്യാൻസറസ് ആയിട്ടൊക്കെ ഈ പറയുന്ന ജെനിസ്റ്റൈൻ എന്ന് പറഞ്ഞ ഘടകം ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി സേഫ്. ആൻഡ് അവർ പ്രോട്ടീൻ പൗഡർ ഈസ് സോ ഐസോഫ്ലേവൺ ഡെറിവേറ്റീവ് ആണ്, 98% ഡൈജസ്റ്റബിലിറ്റി ആണ്, PDCAS സ്കോർ 1 ആണ്, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ 1 ആണ്, ഹയസ്റ്റ് പ്യുവറസ്റ്റ് ക്വാളിറ്റി ആണ്, എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്, ടേസ്റ്റ് ഇല്ല, കളർ ഇല്ല, സ്മെല്ലില്ല, ഷുഗർ ഇല്ല, സോൾട്ട് ഇല്ല, ഫാറ്റ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, ഗ്ലൂക്കോസും ഇല്ല. പിന്നെ എന്താ ഉള്ളത്? പ്രോട്ടീൻ മാത്രം. നമുക്ക് അതല്ലേ വേണ്ടൂ. ഇതാണോ നമുക്ക് ആവശ്യം? ഉപ്പാണോ വേണ്ടത്? പ്രിസർവേറ്റീവ്സ് ആണോ വേണ്ടത്? അല്ലെങ്കിൽ അഡിറ്റീവ്സ് ആണോ വേണ്ടത്? കളേഴ്സ് ആണോ വേണ്ടത്? അന്നജമാണോ വേണ്ടത്? ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? പ്രോട്ടീൻ. ആ സാധനം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Definitely soya protein is very good for hypothyroidism, no doubt. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഗുഡ് മോർണിംഗ്. ഈ കുട്ടികളുടെ ഏജ് പ്രോട്ടീൻ പൗഡർ എത്ര ഏജിൽ കൊടുക്കാന്നല്ലേ? എത്ര ഏജിൽ ഡിപ്പെൻസ് അപ്പോൺ ദ ബോഡി വെയിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ബോഡി വെയിറ്റിനെ ആശ്രയിച്ചിട്ടാണ്. ഈ 1 gram 1.5 gram എന്നൊക്കെ പറഞ്ഞാൽ ബോഡി വെയിറ്റിന്റെ ഞാൻ പറഞ്ഞത്. ഒരു 15 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 25 gram വരെ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. 25 gram വരെ പ്രോട്ടീൻ പൗഡർ അല്ല, പ്രോട്ടീൻ. പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കി വേണ്ട ഒരു 5 gram ഒക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും, ഒരു സംശയമില്ല. ഇൻവിഗോ അല്ല ഞാൻ പറഞ്ഞത്. ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രോട്ടീൻ പൗഡർ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇൻവിഗോ. 5 വയസ്സായ കുട്ടികൾക്ക് നിങ്ങൾ ഇൻവിഗോ എന്തിനാ കൊടുക്കുന്നത്? 5 വയസ്സായ കുട്ടികൾക്ക് ഏറ്റവും കൊടുക്കേണ്ടത് ഇൻവിഗോ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇൻവിഗോയില് ലിറ്റിൽ ബിറ്റ് ഓഫ് അന്നജം ഉണ്ട്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൈബർ ഉണ്ട്, എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? പ്രോട്ടീനാണ്, അന്നജം അല്ല. അന്നജം കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടത് പ്രോട്ടീൻ. അവർ ഗ്രോത്ത് സ്റ്റേജിൽ ഏറ്റവും അവരെ സഹായിക്കുന്നത് പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത്, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇൻഡിഗോ. മെനോപോസ് ആയ ആൾക്ക് കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ ഏതാ? ഡെഫിനറ്റ്ലി സോയ പ്രോട്ടീൻ, ബെസ്റ്റ് ഈറ്റ് സോയ പ്രോട്ടീൻ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. 20 grams എങ്കിലും ഒരു ദിവസം കഴിക്കുക. ഡെഫിനറ്റ്ലി സോയ പ്രോട്ടീൻ, നോ ഡൗട്ട്. ഗുഡ് മോർണിംഗ് സാർ. യെസ്, പറയൂ. നാരായണനാണ്. നമ്മൾ ഈ കിഡ്നി പേഷ്യന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രോട്ടീൻ? കിഡ്നി ഡയാലിസിസ് എടുക്കുന്നുണ്ടോ? ഡയാലിസിന് ഇല്ല. അപ്പൊ ഡയാലിസിസ് നമ്മൾ സപ്ലിമെന്റ് കഴിച്ചിട്ട് കുറെ മാറ്റം വന്ന ആളാണ്. അപ്പൊ അവരോട് ഡോക്ടർ മന്ത്രങ്ങൾ ഇത് കഴിക്കരുത്, നമ്മളെ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ഒരു സാധനം ശരീരത്തിൽ കൂടും. സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ, ഒരു അമിനോ ആസിഡ് പോലത്തെ ഒരു സാധനം. അത് കിഡ്നിക്ക് തകരാറുണ്ടെങ്കിൽ സിസ്റ്റാറ്റിൻ സി, ക്രിയാറ്റിൻ ഒക്കെ ശരീരത്തിന് ലീക്ക് ഔട്ട് ചെയ്തു. അപ്പം കിഡ്നി റെനൽ എന്താ പറയാ ഗ്ലോമറുലസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. കിഡ്നിയുടെ ഫിൽട്രേഷൻ കപ്പാസിറ്റി കുറവായിരിക്കും. അതുപോലെ അങ്ങനത്തെ ഉള്ള വ്യക്തികൾ ക്രിയാറ്റിൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ EGFR എടുക്കാൻ പറയാം. EGFRും സിസ്റ്റാറ്റിൻ സിയും എടുത്തിട്ട് EGFR റേറ്റ് എത്ര ഉണ്ട് നോക്കുക. EGFR റേറ്റ് വളരെ കുറവാണ്, 30 താഴേക്കാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിയുന്നതും റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ
നെഫ്രോളജിസ്റ്റ് ഇന്ന് ഒരുപാട് പ്രോട്ടീൻ പൗഡേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നെഫ്രോ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെയുണ്ട്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് നെഫ്രോ എന്താ പറയാ നെഫ്രോ ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അവൻ പറയണത് ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഡയാലിസിസ് എടുക്കുന്ന പേഷ്യൻസിന് ഈ പറയുന്ന ഈ കമ്പനിയുടെ പ്രോട്ടീൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. സോ ഡോക്ടേഴ്സ്, ഈവൻ നെഫ്രോളജിസ്റ്റ് ഹാസ് സ്റ്റാർട്ടഡ് റെക്കമെൻഡിങ് പ്രോട്ടീൻ, സജസ്റ്റിംഗ് പ്രോട്ടീൻ പൗഡർ ഫോർ പേഷ്യൻസ് ഹു ആർ അണ്ടർഗോയിങ് ഡയാലിസിസ്. ഡയാലിസിസ് എടുക്കുന്ന പേഷ്യൻസിനും ഡോക്ടേഴ്സ് ഒന്ന് പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻ എ വെരി ലിമിറ്റഡ് ക്വാണ്ടിറ്റി. കാരണം അവർക്കും അവരുടെ ഇമ്മ്യൂണിറ്റിയും ബോഡി കോമ്പോസിഷനും പ്രത്യേകിച്ചും എന്താ പറയുക, അവർക്ക് അവരുടെ ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. ബോഡി ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രോട്ടീൻ ആവശ്യമാണ്. അത് കിഡ്നിക്ക് തകരാറുള്ള ആളാണെന്നുണ്ടെങ്കിൽ സാധാരണ വ്യക്തി കഴിക്കുന്ന പോലെ ഒരു കാരണവശാലും പ്രോട്ടീൻ കഴിക്കരുത്. ബട്ട് ഇൻ എ വെരി ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഡോക്ടേഴ്സ് ഹവ് സ്റ്റാർട്ടഡ് റെക്കമെൻഡിങ് പ്രോട്ടീൻ. ഗ്യാസ്ട്രൈറ്റിസ് നമ്മുടെ പ്രോട്ടീൻ 98% ഡൈജസ്റ്റബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള വ്യക്തികൾക്ക് ഓവർ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യണ്ട. സ്റ്റാർട്ട് ഇൻ 5 grams. ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, നെഞ്ചരിച്ചിലുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മലബന്ധം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പല ആൾക്കാരും നമ്മൾ പ്രോട്ടീൻ പൗഡർ കൊടുക്കാൻ എന്താ പറയാ ഹെസിറ്റേറ്റ് ചെയ്യും, ഒന്ന് മടിക്കും. എനിക്ക് പറയാനുള്ളത് ഒരു 5 grams സ്റ്റാർട്ട് ചെയ്യും. കുഴപ്പമൊന്നുണ്ടോ, ഗ്യാസ്ട്രൈറ്റിസ് ഇല്ല അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ല എങ്കിൽ അത് 10 grams ആക്കാം. അങ്ങനെ പയ്യെ ഒരു വിത്തിൻ വീക്സ്, ഒരു 10 days 15 days കൊണ്ട് നിങ്ങൾക്ക് നോർമൽ ഡോസേജിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന. ഓൾ ഓഫ് എ സഡൻ ഒരു 20 grams കഴിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഗ്യാസ്ട്രൈറ്റിസ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ചില പേർക്ക്, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. സംശയം ചോദിക്കല്ലോ, ഒരാൾ പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ ഉള്ളവർക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കാവോ സർ? There are different types of blood cancer, 16 or 18 types of blood cancer. ഏത് ടൈപ്പ് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്ക് നമ്മള് സോയാബീന് ഫ്രൈ ആക്കിയിട്ടാണല്ലോ കുട്ടികൾക്കൊക്കെ കൊണ്ടുവേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കിട്ടാനുണ്ടോ ആ ഒരു സോയാബീന്? Anything it is fried, it is processed. നിങ്ങൾ മീറ്റ് മാത്രമല്ല പ്രോസസ് ചെയ്യുന്നത്. ഈ സോയാബീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രോട്ടീൻ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. പ്രോസസ് ചെയ്യാതെ കൂടുതൽ കഴിക്കും. ഹലോ സർ, EGFR റേറ്റ് 30 to 40 ആണെങ്കിൽ സെല്യൂലിൻ ആപ്റ്റ് ആണ് കൊടുക്കാൻ പറ്റും. EGFR എത്ര? 30 to 40. 30 to 40. EGFR എത്ര? 35 ചിലപ്പോ 30 ആയിരുന്നു, ഹൈ ആയിട്ട് പിന്നെ 40 ആയിട്ടുണ്ട്. അത് കൂടിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. EGFR കൂടിയിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? കൂടിയിട്ടില്ല, അതായത് 30 വരെ അസുഖമായിട്ട് അഡ്മിറ്റ് ആയപ്പോ 30 ആയിരുന്നു. പിന്നെ അതിപ്പം മെഡിസിൻ ഒക്കെ കഴിച്ചത് കുറച്ച് ഒരു 2-3 months മെഡിസിൻ കഴിച്ചപ്പോൾ 40 ആയിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട്. ഏതൊക്കെയാ കഴിക്കുന്നത്? സപ്ലിമെന്റ് ആണോ മെഡിസിൻ ആണോ? അല്ല, സപ്ലിമെന്റ് അല്ല, അലോപ്പതി മെഡിസിൻസ് ആണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ സെല്യൂലിൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സെല്യൂലിൻ ചെയ്യാം, പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. സെല്യൂലിൻ കൊടുക്കാം. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ സെൽ പവർ കൊടുക്കാം, ഫുഡ് പാച്ച് കൊടുക്കാം. ഫുഡ് പാച്ച് ഇസ് വെരി സേഫ് എന്ന് മാത്രമല്ല, നമ്മള് എക്സ്ട്രാ ആയിട്ടുള്ള സിസ്റ്റാറ്റിൻ സി, എക്സ്ട്രാ ആയിട്ടുള്ള വേസ്റ്റ് കളയാൻ ഏറ്റവും ബെസ്റ്റ് സാധനമല്ലേ ഫുഡ് പാച്ച്. അപ്പൊ ശരീരത്തിലെ ലോഡ് അത്രയും കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ശരീരത്തിലെ ലോഡ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ലിവറിനെ ലോഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഫുഡ് പാച്ച് ഈസ് എൻഹാൻസിങ് ലിവർ ആൻഡ് കിഡ്നീസ്. ഡീടോക്സിഫിക്കേഷൻ ഓർഗൻ ആണ് ലിവറും കിഡ്നി. അപ്പൊ നമ്മൾ ശരീരത്തിൽ പകുതി ടോക്സിൻസ് ഫുഡ് പാച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കിഡ്നിയുടെ ലിവറിനെ പണി കുറയല്ലേ ചെയ്യുന്നത്. ആ രീതിയിൽ ചിന്തിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. പല ആൾക്കാരും 99% ആൾക്കാർ ഫുഡ് പാച്ച് ഉപയോഗിക്കാത്ത ആൾക്കാർ. എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് 3 months ഒരു കോഴ്സ് എടുക്കുന്നത് നല്ലതാ. 3 മാസത്തിൽ ഒരു 5 ദിവസം ഫുഡ് പാച്ച് ഒട്ടിക്കുന്നത് നല്ലതാ. അല്ലാണ്ട് മദ്യപിക്കുന്ന ആൾക്കാരും പുകവലിക്കുന്ന ആൾക്കാർക്ക് മാത്രം കണ്ടെത്തി ഫുഡ് പാച്ച് കൊടുക്കേണ്ട ആൾക്കാരൊന്നും അല്ല നമ്മളെല്ലാവരും സ്ട്രെസ്ഡ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളൊരു 3 മാസത്തിൽ ഒരിക്കൽ ഒരു കോഴ്സ് ഫുഡ് പാച്ച് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ലിവറിന്റെയും കിഡ്നിയുടെയും ലോഡ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്.
everyone must use food patch at least quarterly. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ വൺ മോർ ക്വസ്റ്റ്യൻ സാർ, മറ്റേ ഇത് റിലേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ 26 years ആയ ഒരു പെൺകുട്ടിയാണ് ഫ്രം ബാംഗ്ലൂർ. ഷി വാസ് ആസ്കിങ് അബൌട്ട്, അതായത് ആ കുട്ടിക്ക് അവർ കഴിക്കുന്നത് നമ്മളുടെ ക്യാപ്സൂൾ, ഇത് സപ്ലിമെന്റ് എടുക്കുന്നത് നെയിൽ, ഹെയർ, സ്കിൻ പറഞ്ഞിട്ടുള്ള ക്യാപ്സൂൾ എടുക്കുന്നുണ്ട്. പിന്നെ അലോവേര, അത് രണ്ടുമാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലം എപ്പോഴെങ്കിലും ഡയജഷനോ അതിനുള്ളത് വാങ്ങി വെച്ചിരിക്കുകയാണ് ആൾ. കണ്ടിന്യൂസ് ആയി കഴിക്കാറില്ല. മറ്റേത് നെയിൽ ആൻഡ് സ്കിന്നിന്റെ അതിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു പ്രശ്നം, നൈറ്റ് ഷിഫ്റ്റ് ആണ്. ആ കുട്ടി ചോദിക്കുന്നത്, അതായത് സ്വെറ്റ്, വൈറ്റ് ഡിസ്ചാർജ്, പിന്നെ യൂറിൻ എല്ലാം സ്മെല്ല്, ബാഡ് സ്മെൽ വരുന്നു. അത് ഗട്ട് ഹെൽത്ത്, ഡ്യൂ ടു ഗട്ട് ഹെൽത്ത്, ബാഡ് ഗട്ട് ഹെൽത്ത് ആണോ, അങ്ങനെ ഇത് റിലേറ്റഡ് ആണോ എന്നറിയില്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ സാറോട് സംശയം ചോദിക്കുകയാണ്. ഇപ്പൊ ഇത്രയും അറിവുള്ളത് കൊണ്ട് അത് പറഞ്ഞുതരാൻ പറ്റും. Several factors ഒരു കോമ്പിനേഷൻ വരാം. മേ ബി ഹോർമോണൽ ഇംബാലൻസ് വരാം, ഗട്ട് ഇഷ്യൂസ് വരാം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാം, പോർ ഡയറ്റ് വരാം, സ്ട്രെസ് വരാം, ലാക്ക് ഓഫ് സ്ലീപ്പ് വരാം, ലാക്ക് ഓഫ് സ്ലീപ്പ് വരാം, സ്ട്രെസ് വരാം. മെയിൻ ആയിട്ടും ഗട്ട് ഇഷ്യൂസ് ആവാനാണ് സാധ്യത. ഗട്ട് ആൻഡ് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാവാനാണ് സാധ്യത. ഗട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹോർമോൺ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും ഉണ്ടാവും. വൈറ്റ് ഡിസ്ചാർജിനൊക്കെ വൈറ്റമിൻ ഡി മാത്രം സപ്ലിമെന്റ് ചെയ്തതിന്റെ ഭയങ്കര റിസൾട്ട് ആട്ടോ. വൈറ്റമിൻ ഡി എന്താ സാധനം, വൈറ്റമിൻ ഡിയുടെ ശരിയായ എഫക്ട് എന്താണെന്നുള്ളത് നമ്മൾ നാട്ടുകാരെ അറിയാൻ പോകുന്നുള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ ഒരു വൈറ്റമിൻ ഡിനെ കുറിച്ച് വലിയൊരു സെഷൻ ചെയ്യാം. വൈറ്റമിൻ ഡി ഒരു പൊളിപ്പൻ സാധനമാണ്. വൈറ്റമിൻ ഡി ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് കഴിക്കേണ്ട ഒരു സാധനമൊന്നും അല്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണോ നമ്മൾ ചോദിച്ചാൽ അല്ല. ഡെയിലി ഭക്ഷണം കഴിക്കണം, അത് 3 നേരമെങ്കിലും കഴിക്കണം. അതേപോലെ തന്നെ ഡെയിലി ബേസിൽ തന്നെ വൈറ്റമിൻ ഡി കിട്ടണം. ഓർഡർ ഉണ്ട്. ഇതും അത്രയും സ്മെല്ല് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ് നമ്മളുടെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ വൈറ്റമിൻ ഡി എന്താ പറയാ, മേ ബി സെവറൽ ഫാക്ടേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് ദാറ്റ്. ബോഡിയിലെ ടോക്സിൻസ് കൂടുതലായിരിക്കാം, ഗട്ട് ഇഷ്യൂസ് ഉണ്ടാകാം, ഹോർമോണൽ ഇംബാലൻസ് വരാം. അങ്ങനെ സെവറൽ ഫാക്ടേഴ്സ്. നമ്മൾ കുറച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റഡീസ്, ഇൻവെസ്റ്റിഗേറ്റീവ് അപ്രോച്ച് നടത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. എന്തായിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് നിലയ്ക്ക് നമുക്കൊരു ഗട്ട് കൊടുത്തു നോക്കാം, വൈറ്റമിൻ ഡി കൊടുത്തു നോക്കാം, മൈക്രോബ്സും മറ്റതും കൊടുത്തു നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ജസ്റ്റ് വാച്ച് ഫോർ 2 months എങ്ങനെയുണ്ട്, പ്രോഗ്രസീവ് ആണോ, ഞാൻ എന്റെ കൂടെ നമുക്ക് ഏതൊക്കെയാണ് സപ്പോർട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് ഒക്കെ അയച്ചു നമുക്ക് പരിശോധിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഫിൽട്രേഷൻ റേറ്റ് നോക്കിയതിന് ശേഷമാണ് ഈ മറ്റേ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കൊടുക്കാവുന്നതല്ലേ അല്ലേ? ഇപ്പൊ EGFR-ഉം അതുപോലെ ക്രിയാറ്റിൻ C ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൊടുക്കാന്നല്ലേ സാർ പറഞ്ഞത്? എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ടെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എന്താ പറയാ, ക്രിയാറ്റിൻ വലിയ കുഴപ്പമില്ല, 1 ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബട്ട് EGFR ഒന്ന് ഇടയ്ക്ക് ഡയബറ്റിക് പേഷ്യൻസ് വർഷത്തിൽ ഒരിക്കലും ഒരു EGFR എടുക്കുന്നത് നന്നായിരിക്കും. കിഡ്നിയുടെ പെർഫോമൻസ് നമ്മൾ പ്രോഗ്രസ് ചെക്കിംഗ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ കിഡ്നി വഷളാവുന്ന റേഷ്യോ എത്ര എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അത് 90 മുതൽ 60 തുടങ്ങി 89 വരെ ബെറ്റർ ആണെന്നുള്ളതാണ്. 15 മുതൽ 59 വരെ above 80 is very good. Above 80 is very good. പിന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ EGFR ചെറിയൊരു വേരിയേഷൻ കാണിക്കും കേട്ടോ. അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ക്രിയാറ്റിൻ എപ്പോഴും 1.1 1.2 നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ കിഡ്നി മോശമായി എന്നുള്ളതല്ല അർത്ഥം. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ EGFR ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. That's a very good suggestion. All of you, all diabetic patients and blood pressure patients must check their EGFR at least once in a year. വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കാം. ഓക്കെ, എന്തായാലും ഇന്നിപ്പം ബ്രസീലിന്റെ കളിയാണ് 10:30. കണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഒരു സംശയം സാർ. ഓക്കെ. ഭയങ്കര മലബന്ധം, ഗ്യാസ് ട്രബിൾ ആണ്. അപ്പം പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ പറ്റുമോ? ഏതാ കഴിക്കേണ്ടതെന്ന് പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത്, 5 ഗ്രാമിൽ തുടങ്ങുക, എങ്ങനെയുണ്ട് നോക്കുക, കുഴപ്പമില്ലെങ്കിൽ 10 ഗ്രാം ആക്കുക, എങ്ങനെയുണ്ട് നോക്കുക, കുഴപ്പമില്ലെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. സോയ പ്രോട്ടീൻ ആണോ കഴിക്കേണ്ടത്? സോയ പ്രോട്ടീൻ സംശയം എന്താ? തുടക്കം തന്നെ 20 ഗ്രാം കറി കഴിച്ചുകൊണ്ടിരുത്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഒരു 5 ഗ്രാം കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ട് നോക്ക് കേട്ടോ. സാർ ഒരു സംശയം കൂടിയേ, പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും മിനറൽസും വൈറ്റമിൻസിന്റെ കൂടെ കഴിക്കുക, എന്നാൽ നല്ല അബ്സോർപ്ഷൻ ഉണ്ടാവും. അതൊക്കെ കഴിക്കുന്നുണ്ട്. മിനറൽസ് പ്രോട്ടീൻ കഴിക്കാൻ. നിങ്ങൾ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നുണ്ടെങ്കിൽ, പാലിൽ കലക്കുന്നുണ്ടെങ്കിൽ ഒരു 4-5 തുള്ളി മിനറൽ ഡ്രോപ്സ് ഒറ്റിക്കുക. അതിലിട്ടിച്ച് ഒരു കഴിക്കാം. മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ് കോംബയോട്ടിക്സ് അതിന്റെ കൂടെ കഴിക്കുക. കോംബയോട്ടിക്സിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽ ഡ്രോപ്സിൽ മിനറൽ ഉണ്ട്, പ്രോട്ടീനിൽ പ്രോട്ടീനും ഉണ്ട്. അപ്പൊ മൂന്നും കൂടെ ഒരു കോമ്പിനേഷനായി കറക്റ്റ് ആയി ഒന്നിച്ച് കഴിക്കാം അല്ലേ? ഓക്കെ സാർ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അല്ല, അതിങ്ങനെ ചോദിച്ചു പോയാൽ തീരൂല കേട്ടോ സാർ. ഒരു 1 സെക്കൻഡ് സാർ. ഷുഗറിന് ഗ്ലൂക്കോ ഹെൽത്ത് നിയമം കഴിക്കുന്നുണ്ട് സാർ. അതിന്റെ കൂട്ടത്തില് പ്രോട്ടീൻ കഴിക്കുമ്പോ സാർ ആദ്യം പറഞ്ഞ പോലെ മെലിച്ചൽ വരുവോ തടി വരുവോ അറിയില്ല. ഇത്ര നേരം മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലേ? ഭഗവാനെ, 1.5 മണിക്കൂർ ഞാൻ 8:30 മുതൽ 10 മണി വരെ ഘോര സംസാരിച്ചിട്ട് പിന്നെയും മെലിയോ തടിക്കോ എന്ന് വെച്ചപ്പോ ഞാൻ എന്താ പറയാ? ഇതിന്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക, ഒന്നും കൂടെ വീണ്ടും കേൾക്കുക, എന്നിട്ട് മനസ്സിലാവും. പ്രോട്ടീൻ മിൽക്ക് റോങ് ആവാൻ ചാൻസ് ഉണ്ട്. മിൽക്ക് ഈസ് ഓൾവേസ് ബാഡ് ഫോർ ഗട്ട്. ഈ പട്ടിയും പൂച്ചയും ഒക്കെ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ചവിട്ടി പുറത്തൊക്കെ കഴിയാം പാല് കുടിക്കാതിരിക്കാനായിട്ട്. പക്ഷെ മനുഷ്യൻ മാത്രമേ ജീവിത അവസാനം വരെ പാല് കുടിച്ചു കിടക്കും. സാറിപ്പോ ചോദിച്ചു ശരിക്ക് ഞാൻ പറയാം, പച്ച മലയാളത്തിൽ പറഞ്ഞാല് മനുഷ്യനൊക്കെ പട്ടീനെയും പൂച്ചനെയും കണ്ടു പഠിക്കണം. യൂറിക് ആസിഡ് ആളുകളെ പ്രോട്ടീൻ കഴിക്കാൻ പറ്റുമോ? ടു ബി ഫ്രാങ്ക്, മനുഷ്യനൊക്കെ പട്ടീനെയും പൂച്ചനെയും കണ്ടുപിടിക്കണം. 3 മാസം 4 മാസം കഴിഞ്ഞ് ചവിട്ടി താത്ത് കഴിയാ പോടാന്ന് പറയാ കുട്ടികളെ. പാല് കുടിക്കാൻ സമ്മതിക്കൂല. നമ്മളാണ് മോനെ പാല് കുടിക്കി, അമ്മച്ചി പാല് കുടിക്കി. പാൽ ഈസ് ഓൾവേസ് ഡാമേജിങ് ഫോർ യുവർ ഗട്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിനിപ്പോ ഇന്നയാള് പറഞ്ഞോണ്ടല്ല, റിസർച്ച് സ്റ്റഡീസ് പറയുന്നത്, ഇന്നയാള് പറഞ്ഞതല്ല, റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് പാൽ ഈസ് ഓൾവേസ് ഡാമേജിങ് യുവർ ഗട്ട്. ഷിഫ്റ്റ് ടു ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, പറ്റുമെങ്കിൽ ഗ്രീൻ ടീ, അതായത് വെസ്ലിം ടീ കഴിക്കാം. എന്താ ചോദിച്ചല്ലോ ആരോ? യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക് പ്രോട്ടീൻ കഴിക്കാൻ പറ്റുമോ? യൂറിക് ആസിഡ് യൂറിക് ആസിഡ് സപ്ലിമെന്റ് കഴിക്കുക. യൂറിക് ആസിഡ് സപ്ലിമെന്റേഷൻ നോക്കണം. അത് യൂറിക് ആസിഡ് ലെവൽ എത്ര ഉണ്ട് നോക്കണം, ഫാറ്റ് ലിവറിന്റെ കണ്ടീഷൻ ഉണ്ട് നോക്കണം, ബോഡി കോമ്പോസിഷൻ നോക്കണം. എന്നതിന് ശേഷം സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും 10 മണി കഴിഞ്ഞു. ഇനിയിപ്പോ 10:30 ബ്രസീലിന്റെയും ജപ്പാന്റെയും കളിയുണ്ട്, കാണണ്ടേ? ഓക്കെ മാഡം, ക്ലോസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈൻ്റെ അടുത്ത നമ്പർ വാങ്ങാം. യു ക്യാൻ കം ടു മൈ വാട്സ്ആപ്പ്. ഓക്കെ, ഇനി കേൾക്കണമെങ്കിൽ കോഴിക്കോട് DLCP പ്രോഗ്രാമിൽ വരിക. സാമ്പാർ മ്യൂട്ട് ചെയ്തേക്ക്. ക്ലോസ് ചെയ്ത്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു സാർ. അപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എനിക്കും ഉണ്ടായിരുന്നു, ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വിചാരം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ കഴിക്കുക എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ ഏറെ പേർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ തന്നെ സാറ് പറഞ്ഞ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്തോരം പ്രോട്ടീൻ കിട്ടും, നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അതോ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ കൊണ്ടായിരുന്നു നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. എന്നാൽ അതിനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് നമുക്ക് പറഞ്ഞു തന്നു. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്ന സാറിനുള്ള നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ഇത്രയും നേരം സാറിനെ കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ മുന്നിൽ ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല വിശദമായി തന്നെ പറഞ്ഞു തന്ന സാറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും വിന്നിംഗ് ടീമിന്റെ പേരിലും അതുപോലെ തന്നെ വെസ്റ്റീജ് ഫാമിലിയുടെ പേരിലും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു രാഘവൻ സാർ. ഈ എല്ലാവർക്കും ഈ ഒരു അവസരം, ഈ ഒരു MC ചെയ്യാനുള്ള ഈ ഒരു അവസരം എനിക്ക് നൽകിയ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സിനും
ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓരോ ഗ്രേറ്റ് ലീഡേഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വിഷ് യു വെൽ. താങ്ക് യു. താങ്ക് യു മാഡം.